ഹായ് എവരി വൺ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഡിസ്കഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഏരിയ 5 മാർക്ക് 5 റൈറ്റ് ആൻസേഴ്സ് മേടിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. എന്നാൽ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. കമ്മ്യൂണിക്കേഷനിലെ ഓരോ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് വിൽ ബി സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ. ഓക്കെ, സോ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന കാര്യങ്ങൾ ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് ലൈക്ക് മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർകൾച്ചറൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ കുറച്ച് ഏരിയകൾ മാത്രമുള്ള ഒരു സിലബസ് ആണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ചുകൂടി ഡെപ്തിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് ഓരോ ടോപ്പിക് ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ടോപ്പിക്സിനെ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 1, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. സോ ഇവിടെ വരുന്ന ടോപ്പിക് നമ്മൾ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇന്ന് MCQസിലേക്ക് പോകും. ആദ്യം ഫസ്റ്റ് ടോപ്പിക് ഏരിയ നമ്മൾ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളാണ്. ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ് ഓർ കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ മീനിങ് വരുന്നത് ടു മേക്ക് കോമൺ എന്നാണ്. കാര്യങ്ങൾ കോമൺ ആക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആ ഒരു പർപ്പസിനെയാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ്, ഐഡിയാസ്, തോട്ട്സ്, ഇമോഷൻ ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ത്രൂ സ്പീച്ച്, റൈറ്റിംഗ്, സയൻസ് ഓർ ബിഹേവിയർ. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ നമ്മളുടെ ഒരു ഐഡിയ, ഫാക്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്. അത് മേ ബി യൂസിങ് ലാംഗ്വേജ്, സ്പീച്ച് വഴിയാകാം, റൈറ്റിംഗ് വഴിയാകാം, അല്ലെങ്കിൽ സൈൻ ഉപയോഗിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ് ആകാം. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ്, ഐഡിയാസ്, തോട്ട്സ്, ഇമോഷൻ ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് through speech, writing, signs, or behavior. Now, let me give you one definition for communication again. Communication is the process of transmitting information and understanding from one person to another. So, in short, നമുക്ക് എന്ത് പറയാം? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് വരാം? ഇറ്റ് ഇൻവോൾവ്സ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, aiming for mutual understanding between sender and receiver. സോ സ്റ്റെപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാർട്ടി അദ്ദേഹം പറയുന്നു, സെക്കൻഡ് പാർട്ടി കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ആ ഒരു പ്രോസസ്സ് അങ്ങനെയാ പോകുന്നത്. അതിന്റെ എയിം എന്ന് പറയുന്നത് രണ്ട് പാർട്ടിയിലും ഒരു സബ്ജക്ട് മാറ്റർ, ഒരു കണ്ടന്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ എന്താണോ സെന്റർ ഉദ്ദേശിക്കുന്നത് അതേ അണ്ടർസ്റ്റാൻഡിങ് സെക്കൻഡ് പാർട്ടിയിലേക്കും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഡെഫിനിഷൻസ് ആണ്. ആ ഡെഫിനിഷൻസിൽ നിന്നും നമുക്ക് നേരെ പോവേണ്ടത് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലേക്കാണ്. സോ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റേജുകളിലൂടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നു, എവിടെയാ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡോണ്ട് സേ സെന്ററിൽ നിന്നാണ്, ഐഡിയയിൽ നിന്നാണ്. അല്ല, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഐഡിയ വേണം. എന്നാലും കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. ദാറ്റ് ഈസ് ആൻ ഇമ്പൾസ് ഓർ മോട്ടിവേഷൻ ഓർ എ ട്രിഗർ. നമുക്കൊരു കാര്യം മറ്റൊരാളിലേക്ക് അറിയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ടാകാം. ആ ഐഡിയ മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി സംതിങ് കോൾഡ് എ ഇമ്പൾസ് ഇൻ അസ്. ആ ഒരു ഇമ്പൾസ് ആണ് കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. മോട്ടിവേഷൻ, പറയാനുള്ള ആഗ്രഹം, പറയാനുള്ള തീരുമാനം, നമ്മളത് പറയണമെന്ന് തീരുമാനിക്കുന്നത്, ഇതൊക്കെ ആ ഇമ്പൾസിന് എക്സാമ്പിളാണ്. സോ ഇമ്പൾസ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. യു ക്യാൻ സീ മോട്ടിവേഷൻ ഓർ ദി നീഡ് ദാറ്റ് ട്രിഗേഴ്സ് കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ആ ഒരു ആവശ്യമോ നമ്മളുടെ ഉള്ളിലുള്ള മോട്ടിവേഷനോ ആകാം കമ്മ്യൂണിക്കേഷനെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു എലമെന്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എൻകോഡിങ്, കൺവേർട്ടിങ് തോട്ട്സ് ഇൻ ടു കമ്മ്യൂണിക്കബിൾ സിമ്പിൾസ്. നമ്മളുടെ കയ്യിലുള്ള ഐഡിയാസിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? സിമ്പിൾസ് ആയിട്ടോ വേർഡ്സ് ആയിട്ടോ സൈൻ ആയിട്ടോ മാറ്റുവാണ്. അതുവഴി എന്താ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് പാർട്ടിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു കോമൺ മീഡിയം വേണം. ആ മീഡിയമായിട്ടാണ് എന്താ പറയുക സിമ്പിൾസ് ആക്ട് ചെയ്യുന്നത്. സോ ലാംഗ്വേജിനെ കോഡാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാംഗ്വേജിനെ അല്ല, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഐഡിയ, നമ്മുടെ മനസ്സിന് മീനിങ് ഫുൾ ആയിട്ടൊരു ഐഡിയ ഉണ്ട്.
ആ ഐഡിയ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് ലാംഗ്വേജിലേക്ക് എത്തണം. ലാംഗ്വേജിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ കോഡാക്കുവാണ്, അല്ലെങ്കിൽ സിമ്പിളിലേക്ക് ആക്കണം, അല്ലെങ്കിൽ വേർഡ്സിലേക്ക് ആക്കണം, അല്ലെങ്കിൽ സയൻസിലേക്ക് ആക്കണം, ഓർ വിഷ്വൽസിലേക്ക് ആക്കണം. ഇങ്ങനെ ആക്കി മാറ്റുന്ന പ്രോസസ്, ദാറ്റ് മീൻസ് അവർ ഐഡിയ ഇൻ ടു എ കോഡ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് മെസ്സേജ്. മെസ്സേജ് മീൻസ് ദി ആക്ച്വൽ കണ്ടന്റ് ബീങ് കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ച്വൽ കണ്ടന്റ്, ദാറ്റ് ഇസ് മെസ്സേജ്. ദെൻ കംസ് ചാനൽ. ചാനൽ മീൻസ് മീഡിയം യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മീഡിയം, മേ ബി നമ്മളുടെ വോയിസ് ആകാം, ടെക്സ്റ്റ് ആകാം, ഇമേജ് ആകാം. ഇതെല്ലാം മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്കതിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എന്ത് വേണം? ഒരു മീൻസ് ഒരു മീഡിയം വേണം, മേ ബി ഒരു ചാനൽ വേണം, അല്ലേ? അതാണ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേ ബി നമ്മളിപ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഈവൻ എയർ ആക്ട് ആസ് എ ചാനൽ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സംസാരിക്കുക എന്ന് വിചാരിച്ചു, അവിടെയും ഒരു ചാനലുണ്ട്. അതേപോലെ ടെലിഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടെലിഫോൺ ഇസ് എ ചാനൽ. അങ്ങനെ ആക്ട് ചെയ്യുന്നതാണ് ചാനൽ എന്ന് പറയുന്നത്. മീഡിയം, ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആ മീഡിയമാണ് ചാനൽ. ദെൻ ഡീകോഡിങ്. ഓൾറെഡി കോഡായിട്ട് കിടക്കുന്ന ഇൻഫർമേഷനെ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ്. സെൻഡർ അദ്ദേഹം കൺവേർട്ട് ചെയ്തൊരു ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടാണ് അതിന്റെ ഐഡിയ ഷെയർ ചെയ്യുന്നത്, എൻകോഡ് ചെയ്തു. ആ ലാംഗ്വേജിനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കോഡിനെ ആ ഇൻഡിവിജ്വൽ മനസ്സിലാക്കുവാണ്, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവാണ്. കോഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്, ഇന്റർപ്രിറ്റിംഗ് ദി കോഡഡ് മെസ്സേജ്. ആൻഡ് ഫൈനലി ഫീഡ്ബാക്ക്. റെസ്പോൺസ് ഫ്രം ദി റിസീവർ ദാറ്റ് കൺഫേംസ് ദി മെസ്സേജ് റിസപ്ഷൻ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. വെൻ റിസീവറുടെ കയ്യിൽ ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ റിസീവർ എന്ത് ചെയ്യും? ഫീഡ്ബാക്ക്, റെസ്പോൺസ് കൊടുക്കും. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതേ സ്റ്റേജുകളിലൂടെ തന്നെ പോകും. ഫീഡ്ബാക്ക് മേ ബി മെസ്സേജ്. ആ മെസ്സേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവിടെയും എൻകോഡിംഗ് ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, ചാനൽ ഉണ്ടാവും, ഡീകോഡിംഗ് ഉണ്ടാവും. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഇതിനെ നമുക്കൊരു എന്തെന്ന് പറയാം? ഒരു കണ്ടിന്യൂസ് സർക്കുലർ പ്രോസസ് എന്ന് പറയാം. സോ ദിസ് ഈസ് എ മോഡൽ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ മോഡലാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്, സെൻഡറുടെ കയ്യിൽ ഒരു ഇമ്പോൾസ് ഉണ്ട്. സെൻഡർ എന്ത് ചെയ്യും? ആ മെസ്സേജ് എടുക്കുന്നു, മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തതിനു ശേഷം ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ അത് ഡീകോഡ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. ആൻഡ് റിസീവറിന്റെ ഭാഗത്ത് എന്താവുന്നു? റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ആ ഫീഡ്ബാക്കിലും ഇതേ പ്രോസസ് നമുക്ക് കാണാൻ സാധിക്കും. മെസ്സേജ്, ദെൻ എൻകോഡിംഗ്, മീഡിയം ആൻഡ് ഡീകോഡഡ് ബൈ ദി റിസീവർ. ഓക്കെ, ഡീകോഡ് ചെയ്യുന്നു, സെൻഡറിലേക്ക് എത്തുന്നു. സോ ഇതാണ് ആ പ്രോസസ്. ആ പ്രോസസ്സിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ പ്രോസസ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ടു വേ പ്രോസസ് എന്ന് പറയാനുള്ള കാരണം? ഒറ്റ റീസണേ ഉള്ളൂ, ഫീഡ്ബാക്ക് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. ഫീഡ്ബാക്ക് ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു വെരിഫൈ ദി മെസ്സേജ് ഹാസ് ബീൻ റിസീവ്ഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് കറക്റ്റ്ലി. ആ മെസ്സേജ് കൃത്യമായിട്ട് എങ്ങനെയാണോ എത്തേണ്ടത് അതേ രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് അൺടിൽ ദി മെസ്സേജ് അണ്ടർസ്റ്റുഡ് ബൈ ദി റിസീവർ. റിസീവറുടെ കയ്യിലേക്ക് ആ മെസ്സേജ് കൃത്യമായിട്ടുള്ള രീതിയിൽ എത്തിയാൽ മാത്രം പോരാ, ആ റിസീവർ അത് മനസ്സിലാക്കണം എന്ന് ഉറപ്പാക്കുന്നത് ഫീഡ്ബാക്കിലൂടെയാണ്. അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് ലൂപ്പ് കൊണ്ട്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ലൂപ്പ് കൊണ്ട്. അതുകൊണ്ട് യു ക്യാൻ സേ ദിസ് ഈസ് എ ടു വേ പ്രോസസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ പർപ്പസുകൾ എടുക്കുകയാണെങ്കിൽ ഇൻഫോമിങ്, നമ്മുടെ ഫാക്റ്റുകൾ, ഡേറ്റ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് മറ്റൊരു പാർട്ടിയിലേക്ക് എത്തിക്കുന്നു. ഇൻഫ്ലുവൻസ് പറയുമ്പോൾ മറ്റൊരാളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ടീച്ചറുടെ റോൾ എടുക്കുമ്പോൾ അതൊരു ഇൻഫ്ലുവൻസിങ് റോളാണ്. അപ്പൊ അങ്ങനെ ഇൻഫോമിങ് ആകാം, ഇൻഫ്ലുവൻസിങ് ആകാം, അല്ലെങ്കിൽ എക്സ്പ്രസിങ് ഫീലിങ്സ്. നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ വിഷമങ്ങൾ പറയുന്നു, നമ്മുടെ ബോണ്ടിങ് അറിയിക്കുന്നു. ഇവിടെയൊക്കെ നമ്മുടെ ഫീലിംഗ് ആണ് ഷെയർ ചെയ്യുന്നത്. ദെൻ കൺട്രോളിങ്, ഡയറക്റ്റിംഗ് ഓർ റെഗുലേറ്റിംഗ് ആക്ഷൻ ആൻഡ് കണ്ടക്ട്. ഒരു ഒതോറിറ്റേറ്റീവ് ഫിഗർ ആയിട്ട് പവർ ഉള്ള ഒരു വ്യക്തി, ഇപ്പോൾ പാരൻസ് കുട്ടികളെ കൺട്രോൾ ചെയ്യും, റൈറ്റ്? അത് എന്തിനു വേണ്ടിയായിരിക്കും? അവരുടെ കണ്ടക്ട് ശരിയാക്കാൻ വേണ്ടിയാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടി കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ മോട്ടിവേറ്റിംഗ്, ഇൻസ്പയറിംഗ് ആക്ഷൻ ഓർ പെർഫോമൻസ്. സോ ദീസ് ആർ ദി ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ: ഇൻഫോമിംഗ്, ഇൻഫ്ലുവൻസിംഗ്, എക്സ്പ്രസിംഗ് ഫീലിംഗ്സ്, കൺട്രോളിംഗ് ഓർ മോട്ടിവേറ്റിംഗ്. ദെൻ കംസ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് ടൈപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്?
സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. വേർഡ്സ് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്നാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എയ്തർ സ്പോക്കൺ ആകാം, അല്ലെങ്കിൽ സ്പോക്കൺ മീൻസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകാം. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വേർഡ്സ് ഉപയോഗിക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ ജസ്റ്റേഴ്സ് വരാം, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതെല്ലാം എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ പറയാവുന്നത് മെറ്റാ കമ്മ്യൂണിക്കേഷൻ, ഒരു അഡീഷണൽ ടൈപ്പ് ആയിട്ട് പറയാം. മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്ന വാക്കുകളേക്കാൾ കൂടുതൽ നമ്മൾ പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് കൺവേ ചെയ്യുകയാണ്. ഇന്നർ മീനിങ് ഒക്കെ വരുന്നു എന്ന് പറയില്ലേ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് കൂടുതൽ മീനിങ് കൺവേ ചെയ്യുന്നു. ഇതിനെയാണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു ലുക്ക് സ്റ്റണ്ണിങ് ടുഡേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇന്ന് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതിനൊരു ഇന്നർ മീനിങ് കൂടിയുണ്ട്. മറ്റു ദിവസങ്ങളിൽ നിങ്ങളെ കാണാൻ അത്ര രസമില്ല എന്നൊരു മീനിങ് കൂടി ഇൻഡയറക്ട്ലി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയറക്റ്റ് മീനിങ് അല്ലാതെ, ഒരു ആക്ച്വൽ വേർഡ്സ് വരുന്ന ഡയറക്റ്റ് മീനിങ് അല്ലാതെ ഇന്നർ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെയാണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ ദീസ് ആർ ദി ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് ഓർഡർ ഇൻ ദി ബേസിക് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കറക്റ്റ് സീക്വൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഈ സീക്വൻസ് നമ്മൾ പറഞ്ഞ എക്സാക്റ്റ് ആണെന്നില്ല കേട്ടോ. ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർക്ക് തോന്നണം ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യേണ്ടതെന്ന്. തോന്നിയാൽ അവർ അതനുസരിച്ച് തരും. ബിക്കോസ് പല ഓതേഴ്സ് വരുന്ന സീക്വൻസ് ഉണ്ട്, പല ഓതേഴ്സ് പല രീതിയിൽ തരാറുണ്ട്. അതിനെ വെച്ചോട് നമ്മൾ ചോദിക്കും. എന്നാലും ബേസിക് സ്ട്രക്ചർ വിൽ ബി ദി സെയിം. ഇപ്പോൾ പറയുന്നതിലും സെൻഡർ, എൻകോഡിംഗ്, മെസ്സേജ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്. സോ ദി ബേസിക് സ്ട്രക്ചർ റിമെയിൻസ് ദി സെയിം. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത്. കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെൻഡർ അല്ല ഇവിടെ, അല്ലെങ്കിൽ മെസ്സേജ് അല്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത് ആൻ ഇമ്പൾസ് ഓർ മോട്ടിവേഷൻ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് തന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പൾസ് ഓർ മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള താല്പര്യം, ആ ഒരു ഇന്നർ ഫീലിംഗിലാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കമ്മ്യൂണിക്കേഷൻ ഡീകോഡിംഗ് റെഫേഴ്സ് ടു. ഡീകോഡിംഗ് എന്താണ്? എൻകോഡിംഗ് എന്തായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ്? എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഐഡിയയെ കോഡാക്കി മാറ്റുന്നതാണെങ്കിൽ ആ കോഡിനെ ഐഡിയ ആക്കി മാറ്റുന്നു, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇന്റർപ്രറ്റിംഗ് ദി മെസ്സേജ് റിസീവ്ഡ്. മെസ്സേജ് കിട്ടിയിട്ടുള്ളതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യൽ എലമെന്റ് അല്ലാത്തതാണ്. എസെൻഷ്യൽ എലമെന്റ്സ്, റൈറ്റ്? റിസീവർ, മെസ്സേജ് ആൻഡ് ചാനൽ, ദീസ് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ എലമെന്റ് ആണ്. ഇൻ കേസ് ലാംഗ്വേജ് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേറ്റർ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമാണ്. സോ ദിസ് ആൻ അഡീഷണൽ എലമെന്റ്, നോട്ട് ആൻ എസെൻഷ്യൽ എലമെന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. അസെഷൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് കൺസിഡേർഡ് എ ടു വേ പ്രോസസ്. റീസൺ, ബിക്കോസ് ദി റിസീവേഴ്സ് ഫീഡ്ബാക്ക് ഹെൽപ്സ് ദി സെൻഡർ ടു കൺഫേം അണ്ടർസ്റ്റാൻഡിങ്. വാട്ട് ഡു യു തിങ്ക്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടു വേ പ്രോസസ് ആണ്. ശരിയാണല്ലോ? ശരിയാണ്. എന്നാൽ ഇത് എന്തുകൊണ്ടെന്ന് ചോദിക്കുക. എന്തുകൊണ്ട്? ഈ ഒരു ആൻസർ ആണ് നോക്കി. ബിക്കോസ് ദി റിസീവേഴ്സ് ഫീഡ്ബാക്ക് ഹെൽപ്പ് ദി സെൻഡർ ടു കൺഫേം അണ്ടർസ്റ്റാൻഡിങ്. റിസീവറിന്റെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കൂ. സെൻഡർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ റിസീവറിന്റെ ഫീഡ്ബാക്ക് വേണം. അതുകൊണ്ട് ബോത്ത് അസെഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് ക്ലിയർ അല്ലേ? നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ഏരിയ ആയിരുന്നു. ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ടോപ്പിക് 1 ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ടോപ്പിക് 2 വരുമ്പോൾ വിൽ ബി ഡിസ്കസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ അതും എളുപ്പമാണ് അല്ലേ? ബേസ്ഡ് ഓൺ ദി മെസ്സേജ്, ബേസ്ഡ് ഓൺ ഹൂം ദി മെസ്സേജ് ഈസ് അഡ്രസ്ഡ്. ആർക്കാണ് ഈ മെസ്സേജ് അയച്ചത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ, മറ്റൊരാളെ ഉദ്ദേശിക്കാതെ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും വരും, നമ്മളോട് തന്നെ ചോദിച്ചു നിന്നിരിക്കും.
ഈ സിറ്റുവേഷനിലാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ ഇറ്റ് ഈസ് ടോക്കിംഗ് ടു വൺ സെൽഫ് ഇൻ വൺസ് ഓൺ മൈൻഡ്. എക്സാമ്പിൾ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഓർക്കണം. സോളിലോക്സ് ഓർ അസൈഡ്സ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടകത്തിലൊക്കെ ഡ്രാമാറ്റിക് വർക്ക്സിലൊക്കെ ഉറക്കെ നമ്മൾ വിളിച്ചു പറയില്ലേ, ആ വ്യക്തിയോട് തന്നെ സംസാരിക്കുന്നത് പോലെ ഉറക്കെ ഇങ്ങനെ പറയും. അതിനെയാണ് ഈ സോളിലോക്സ് ഓർ അസൈഡ്സ് എന്ന് പറയുന്നത്. ഡ്രാമാറ്റിക് വർക്ക്സിലൊക്കെ കാണുന്നതാണ്. ഇതെല്ലാം ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഇനി വരുന്നത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെൻ ദി കമ്മ്യൂണിക്കേഷൻ ഈസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ലെറ്റർ ആണെങ്കിൽ പോലും എന്താണ്, അത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഓതർ ഒരു ബുക്ക് എഴുതുന്നു വിചാരിക്കാം. ആ ബുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കുന്നതായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പർപ്പസ് എന്താ? ഓഡിയൻസ് കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ വരുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. It can be among small or large groups like an organization, club or classroom in which all individuals retain their individual identity. ചെറിയ ഗ്രൂപ്പ്സോ വലിയ ഗ്രൂപ്പ്സോ ആകാം. ഇതിനകത്ത് ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ടീം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നമ്മൾ പറയില്ലേ, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇവരെല്ലാവരും അവരവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുകയാണ്. സോ അത്തരം കമ്മ്യൂണിക്കേഷനാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ. ഇനി വരുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ. ടെലിവിഷനിലൊക്കെ വാർത്ത നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, റൈറ്റ്? ഇത് ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു മെസ്സേജ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഡയറക്ട്ലി കാണാൻ പറ്റുന്ന ആളാണോ? അല്ല, ഇവര് ഇൻഡയറക്റ്റ് ആണ്. അവര് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ സാധിക്കില്ല എന്നുള്ളതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it occurs when message is sent to a large group of people, for example, by newspaper, radio, or television. In this process, each person becomes a faceless individual with almost no opportunity for personal feedback or personal response of feedback. Concept മനസ്സിലായല്ലോ? ഓരോ ഇൻഡിവിജ്വലും, ഈ വാർത്ത കേൾക്കുന്ന ഓരോ ഇൻഡിവിജ്വലും എന്താണ്? ഒരു ഫേസ്ലെസ് റിസീവർ ആണ്. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ ആവുന്നത്? അവരെ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ നമ്മളാണ് വാർത്ത കൊടുക്കുന്നതെങ്കിൽ വാർത്ത വായിക്കുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന് റിസീവറെ ഡയറക്റ്റ് കാണാൻ പറ്റുമോ? അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുകൊണ്ട് പേഴ്സണൽ ഫീഡ്ബാക്കോ പേഴ്സണൽ റെസ്പോൺസോ കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. പക്ഷേ ഇറ്റ് വിൽ മേക്ക് ആൻ ഇമ്പാക്ട്. സെക്കൻഡ് പാർട്ടിയുടെ മനസ്സിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ആ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് രൂപത്തിൽ നമ്മളിലേക്ക് ഡയറക്റ്റ്ലി എത്തില്ല. ഒരു ഇൻഡയറക്റ്റ് ഫീഡ്ബാക്ക് വിൽ ബി ദെയർ. ഓക്കെ, ഇതാണ് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സ്. സോ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഇൻട്രാ പേഴ്സണലുണ്ട്, ഇന്റർ പേഴ്സണലുണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ്, ഇന്റേണൽ ടോക്കിംഗ് ഓർ സെൽഫ് ടോക്ക്. ഇതിന് എക്സാമ്പിൾസ് ഉള്ളൊക്കെ അസൈഡ്, ജേർണലൈസിങ്. ഇതൊക്കെ എന്താണ്? നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതികളാണ്. ഇപ്പോൾ സോളിലൊക്കെ അസൈഡ്സ്, ഇത് രണ്ടും ഡ്രാമയുമായി ബന്ധപ്പെട്ടാണ്. ജേർണലൈസിങ്, നമ്മളുടെ ഡയറി എഴുതി വയ്ക്കുന്നു, നമ്മളോട് തന്നെ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇൻട്രാ പേഴ്സണൽ ആണ്. When it comes to interpersonal communication, എന്തൊക്കെ വ്യത്യാസമുണ്ട്? ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്, ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഡയലോഗ് അതിന് എക്സാമ്പിൾ ആണ്. ഇന്റർവ്യൂ, ലെറ്റർ റൈറ്റിംഗ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നാൽ ഇന്ററാക്ഷൻ വിത്തിൻ സ്മോൾ ഓർ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റീറ്റെയിൻ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. ചെറിയ ഗ്രൂപ്പ് മീറ്റിംഗ് ആകാം, നമ്മുടെ ക്ലാസ് റൂം ആകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആകാം. ഇവിടെയൊക്കെ എന്താണ്? ഓരോ ഇൻഡിവിജ്വലും അവരുടെ സെപ്പറേറ്റ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നത്. ഓക്കെ, അവർക്ക് അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും, അവരുടേതായ ഐഡിയാസ് ഉണ്ടാവും, ഇത് ഷെയർ ചെയ്യപ്പെടും. ഇവിടെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ദെൻ കംസ് മാസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റഡ് ടു എ ലാർജ് ഫേസ്ലെസ് ഓഡിയൻസ് വിത്ത് മിനിമൽ ഫീഡ്ബാക്ക്. വലിയ ഫേസ്ലെസ് ഓഡിയൻസിലേക്കാണ് കൊടുക്കുന്നത്. ആൻഡ് ഫീഡ്ബാക്കിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. ന്യൂസ് പേപ്പർ, TV, റേഡിയോ, സോഷ്യൽ മീഡിയ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമതായിട്ട് ഇപ്പോൾ ബേസ്ഡ് ഓൺ ഹും നമ്മൾ കണ്ടു, ആരിലേക്കാണ് ഈ മെസ്സേജ് എത്തിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ക്ലാസിഫൈ ചെയ്തു. ബേസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് മീഡിയം യൂസ്ഡ്. ഏത് മീഡിയമാണ് ഉപയോഗിക്കുന്നതിനെ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത്രയേ ഉള്ളൂ. മേ ബി രണ്ട് രീതിയിലാകാം. ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും ആകാം. ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നു,
സെക്കൻഡ് പാർട്ടി കേൾക്കുന്നു. സ്പീച്ച്, കോൺവെർസേഷൻ ഇവയൊക്കെ എന്താണ്? ഓറൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. എന്നാൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകാം ലെറ്റർ, ഇമെയിൽ, റിപ്പോർട്ട്സ്, ഇതൊക്കെ എഴുതി വെക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. മറ്റു വാക്കാൽ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിന് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. ഇനി രണ്ടാമതായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് UGCക്ക് വളരെ ഫേവറേറ്റ് ആയുള്ള ഒരു ടോപ്പിക് ഏരിയ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ, വാക്കുകൾ ഉപയോഗിക്കാത്ത കമ്മ്യൂണിക്കേഷൻ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം? ജെസ്റ്റേഴ്സ് വരാം, സൈൻസ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരാം, ബോഡി ലാംഗ്വേജ്, ആക്ഷൻ ലാംഗ്വേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ അപ്പിയറൻസ് ഓർ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓൾസോ ഇൻക്ലൂഡ് പ്രോക്സിമിക്സ്. പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഓഫ് സ്പേസ്, അതായത് നമ്മളൊരു വ്യക്തിയെ സെക്കൻഡ് ഒരു പാർട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നെ അവർ തമ്മിൽ ഉള്ള റിലേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു ഇന്റിമേറ്റ് സ്പേസ് ഉണ്ട്, നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരാണെങ്കിൽ അത്രയും ചേർന്നായിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ ഒരു അത്ര അടുപ്പമില്ലാത്ത ആളുകളോട് ഒരു കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഇതാണ് പ്രോക്സിമിക്സ് പറയുന്നത്, പേഴ്സണൽ സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി. ദെൻ ക്രോണിമിക്സ് ആർ ദെയർ. ക്രോണിമിക്സ് എന്ന് പറഞ്ഞാൽ ടൈം ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, യൂസ് ഓഫ് ടൈം. ദെൻ ഓൾഫാറ്റിക്സ് ഉണ്ട്, സ്മെല്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഓൾഫാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് മെറ്റാ കമ്മ്യൂണിക്കേഷൻ. മെറ്റാ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഇംപ്ലൈഡ് മീനിങ് ബിയോണ്ട് ലിറ്ററൽ വേർഡ്സ്. വാക്കുകൾക്ക് മുകളിൽ അല്ലെങ്കിൽ വാക്കുകൾക്ക് അപ്പുറം എന്ന് പറയാം. സോ യു ലുക്ക് സ്മാർട്ട് ടുഡേ എന്ന് പറയുമ്പോൾ എന്താണ്? നോർമലി അത്ര സ്മാർട്ടായിട്ട് തോന്നാറില്ല എന്നുള്ളൊരു ഇന്നർ മീനിങ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ഫോർമാലിറ്റി, ഫോർമൽ ഓർ ഇൻഫോർമൽ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോളോസ് എ സ്ട്രക്ചേർഡ് ഒഫീഷ്യൽ ചാനൽ വിത്തിൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് കമ്മ്യൂണിക്കേഷൻ ഒരു ഫോർമൽ ലൈൻസിലൂടെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഒഫീഷ്യൽ ലൈൻസിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ അത്തരത്തിൽ ഓർഗനൈസേഷനകത്ത് തന്നെ ഒഫീഷ്യൽ ലൈൻസിൽ അല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷനെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. സോ ഇറ്റ് ഫോളോസ് എ സ്ട്രക്ചറൽ ഓഫ് ഒഫീഷ്യൽ ചാനൽ വിത്തിൻ അവർ ഓർഗനൈസേഷൻ. അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വെൻ ഈ ഒരു ഒഫീഷ്യൽ ലൈൻസ് ഫോളോ ചെയ്യാതെ ഓർഗനൈസേഷനകത്ത് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ആ ഫ്രണ്ട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഇൻട്രസ്റ്റുകളെ പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എന്താണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അൺഒഫീഷ്യൽ കോസൽ കമ്മ്യൂണിക്കേഷൻ ഓഫൻ സ്പോണ്ടേനിയസ് കോൾഡ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ നെറ്റ്വർക്കിനെയാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഇൻഡിവിജ്വൽ, ഓക്കെ, അദ്ദേഹത്തിന്റെ താഴെ ബി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ, അദ്ദേഹത്തിന്റെ താഴെ സി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, ഇവർ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? എ അദ്ദേഹത്തിന്റെ ഓർഡേഴ്സ് ബിയിലേക്ക് പാസ് ചെയ്യുന്നു, ബി അത് ഇന്റേൺ സിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഒരു പ്രോപ്പർ ഹൈറാർക്കി ഉണ്ട്. ഓക്കെ, ഇനി സിയുടെ ഭാഗത്ത് നിന്ന് ഗ്രീവൻസസ് ബിയിലെത്തിക്കുന്നു, ബി അത് എന്ത് ചെയ്യുന്നു? ടോപ്പ് മാനേജ്മെന്റിൽ എത്തിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു പ്രോപ്പർ ഹൈറാർക്കി ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ, എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹം സിനിമ കഥ പറയുകയാണ്. സിനിമ കഥ ആദ്യം ഡിയോട് പോയി പറഞ്ഞു, ദെൻ അദ്ദേഹം പോയിട്ട് എഫിനോട് പോയി പറയുന്നു, ദെൻ ഡി ഇതേ കഥ പോയിട്ട് എച്ചിനോട് പറയുന്നു, ഐയോട് പറയുന്നു, ആൻഡ് ജെയോട് പറയുന്നു, കെയോട് പറയുന്നു. ഓക്കെ, എഫിന് ആരോടും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൽ പിന്നെ ജെ പോയിട്ട് വേറെയും കുറെ ആളുകളോട് പറയുന്നു. സോ ഈ ഒരു സ്ട്രക്ചർ ഇസ് ലൈക്ക് എ ഗ്രേപ്പ് വൈൻ. എങ്ങനെ വേണമെങ്കിലും പോവാം, കൃത്യമായിട്ടുള്ളൊരു ഓർഡറിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഗ്രേപ്പ് വൈൻ എന്നുകൂടി വിളിക്കുന്നത്. ഒരു ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആണെന്ന് കൂടി ഓർത്തേക്കുക. സോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഇൻഡിവിജ്വൽ മറ്റൊരാളോട് പോയി പറയുന്നു, അദ്ദേഹം വേറൊരാളോട് പോയി പറയുന്നു, അത് കഴിഞ്ഞ് ആ ഇൻഡിവിജ്വൽ മറ്റൊരാളോട് പോയി പറയുന്നു. അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെ ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ദെൻ കംസ് ഗോസിപ്പ് ചെയിൻ. ഗോസിപ്പ് ചെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറയാം. എ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രശ്നം. അദ്ദേഹം ഒരു കാര്യം കേട്ടു, ഓടി നടന്ന് ആ ഓർഗനൈസേഷനിലുള്ള 50 പേരോട് പറയാണ്. ഇതാണ് ഗോസിപ്പ് കമ്മ്യൂണിക്കേഷൻ, ഗോസിപ്പ് ചെയിൻ എന്നും പറയും, ഗോസിപ്പ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയും. ദെൻ കംസ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എ 2-3 പേരോട് പറയാം, ബി 3-4 പേരോട് വീണ്ടും പറയാം. അങ്ങനെ പാസ് ചെയ്ത് പോകാവുന്ന സാധ്യതയുള്ള നെറ്റ്വർക്കിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈ
ഗോസിപ്പ് ചെയിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ. അതായത് ഒരാളുടെ ചുറ്റും കുറച്ച് പേരുണ്ടാവും, അതിലൊരാളുടെ ചുറ്റും വീണ്ടും കുറച്ച് പേരുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡിഫറെന്റ് സ്മോൾ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. സോ ചെയിൻ, gossip, probability and cluster, these are the types of informal networks. Based on direction, ഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് തന്നെയാണ് ഡയറക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ലാറ്ററൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനേജർ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ടു എംപ്ലോയി, എംപ്ലോയീസിന് ഓർഡേഴ്സ് കൊടുക്കുന്നു. മാനേജർ ഇത്ര ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ലോവർ ലെവൽ എംപ്ലോയീസിനാണല്ലോ, അതെന്താണ്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ അടുത്തത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. വർക്കേഴ്സ് അവരുടെ പ്രോബ്ലംസ് മാനേജ്മെന്റിനെ അറിയിക്കുന്നു. സോ അവരെ തൊട്ട് മുകളിലുള്ള സീനിയറിനെ അറിയിക്കുന്നു, അതിന് മുകളിലുള്ള സീനിയറിലേക്ക് പോകുന്നു. ഇതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ബോട്ടം ടു ടോപ്പ്. ഇനി ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ലൈക്ക് ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ ലെവലിൽ ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലാറ്ററൽ. ലൈക്ക് ഡിഫറെന്റ് മാനേജേഴ്സ്, ഓക്കെ, ഫിനാൻസ് മാനേജർ, HR മാനേജർ, ഇവരുടെ പൊസിഷൻ സെയിം ആണല്ലോ. ആ പൊസിഷനിലുള്ള ആൾക്കാർ അതേ ലെവലിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആണ്, പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പിന്നെ ഉള്ളത് ഡയഗണൽ ആണ്. ഒരു ബന്ധമില്ലാത്ത രണ്ട് ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് ലെവലിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്രോസ് ഹൈറാർക്കി എന്ന് പറയാം. ഇപ്പോൾ A എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ മാർക്കറ്റിങ്ങിലെ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഇദ്ദേഹം പോയിട്ട് HR കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, HR ഹെഡുമായിട്ട്. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ? അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്നാൽ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി HR മാനേജർ അത് നമ്മൾ കാണുവാണെങ്കിൽ ദിസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡയഗണൽ. ക്രോസ് ഹൈറാർക്കി എന്ന് പറയാം. പ്രോപ്പർ ആയിട്ടുള്ള ഹൈറാർക്കി ഫോളോ ചെയ്യാതെ മറ്റൊരു ലെവലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റിംഗ് ഹെഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് HR അസിസ്റ്റന്റ് എബൌട്ട് ട്രെയിനിങ് കോർഡിനേഷൻ. മാർക്കറ്റിംഗ് ഹെഡ് HR അസിസ്റ്റന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് ലെവലാണ്, രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങനെ വരുന്നതിനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആണല്ലോ? ഡൗൺവേർഡ്, അപ്വേർഡ്, ലാറ്ററൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ കണ്ടു. ദെൻ കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ടു പേഴ്സൺ. മെസ്സേജ് is a must. Then communication may be written, oral or gestural, and communication is a two-way process. Its primary purpose is to motivate a response. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് സെക്കൻഡ് പാർട്ടിയിൽ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഈസ് ടു മോട്ടിവേറ്റ് എ റെസ്പോൺസ്. ഇനി കമ്മ്യൂണിക്കേഷൻ മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഇറ്റ് ഫ്ലോസ് അപ്പ്, ഡൗൺ ആൻഡ് ഓൾസോ സൈഡ് ബൈ സൈഡ്. അത് കണ്ടല്ലോ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡൗൺവേർഡ് ഉണ്ട്, അതോടൊപ്പം ലാറ്ററൽ ഉണ്ട്, സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിനകത്ത് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാവുന്നത്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ഏതാണ് താഴെ തന്നിരിക്കുന്ന ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയാവുന്നത്? ഗ്രൂപ്പ് ഡിസ്കഷൻ, സോളിലോക്കി ഈസ് ദെയർ, റൈറ്റ്? സോളിലോക്ക് ഉണ്ട്, സോളിലോക്ക് ആണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ. ഓക്കെ, അടുത്തത് ഗ്രേ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടൈപ്പ് ഓഫ്. ഗ്രേ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ഏത് ടൈപ്പാണ്? ഗ്രേ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ബാക്കിയുള്ള ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, ഇത് ഏത് ടൈപ്പാണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരോ അല്ലെങ്കിൽ അതിന്റെ നെറ്റ്വർക്കോ എന്നൊക്കെ പറയാം. അതാണ് ഗ്രേ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യൂ. ഇമെയിൽ, സ്പോക്കൺ ഡയലോഗ്, ഐ കോണ്ടാക്ട്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. ഡെഫിനറ്റ്ലി ഐ കോണ്ടാക്ട് ആണ്. അടുത്തത് അസിസ്റ്റന്റ് പറയുന്നത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ occurs between persons at different levels with no reporting relationship. The reason,
It helps in coordinating inter-departmental efforts effectively. What do you think? Diagonal communication ഇത് തന്നെയാണോ ആദ്യം നോക്കുക. Diagonal communication that occurs between persons at different levels with no reporting relationship. That is right. റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഡിഫറെന്റ് ലെവൽസിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ കോർഡിനേറ്റിംഗ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എഫേർട്സ് ഇഫക്റ്റീവ്ലി. ദാറ്റ് ഈസ് അഗെയിൻ റൈറ്റ്. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എഫേർട്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്? Following correctly matches the type of communication with its nature. Type of communication അതിന്റെ നേച്ചർ തമ്മിൽ മാച്ച് ചെയ്തിരിക്കുന്നത് നോക്കി. മെറ്റാ കമ്മ്യൂണിക്കേഷൻ യൂസ് ഓൺലി ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ സിംഗിൾ പേഴ്സൺ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സൈൻ ലാംഗ്വേജ് ബോഡി ഗെസ്റ്റേഴ്സ്. അതല്ലേ റൈറ്റ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് സൈൻ ലാംഗ്വേജ് ബോഡി ഗെസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ രണ്ട് ടോപ്പിക് ഏരിയ കഴിഞ്ഞു. രണ്ടും വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക് ഏരിയ ആയിരുന്നു. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്ത ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സും കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസും ആണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. ഇറ്റ് ഇൻവോൾവ്സ് 2 or more people. കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിനകത്ത് എന്ത് വേണം? ഒരു സെൻഡർ ഉണ്ടാവണം, റിസീവർ ഉണ്ടാകണം, അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം. അതുകൊണ്ട് മിനിമം 2 പേരെങ്കിലും ഉണ്ടാവണം. ഇറ്റ് ഈസ് മെസ്സേജ് ഈസ് എസെൻഷ്യൽ. മെസ്സേജ് ഇല്ലാതെ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? മെസ്സേജ് എന്ന് പറയുന്നത് ഇതർ വെർബൽ ഓർ നോൺ വെർബൽ മെസ്സേജ് ആകാം. ആൻഡ് ഇറ്റ് ഈസ് ദി ഹാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മൾട്ടി മോഡൽ ഇൻ നേച്ചർ. മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പല രീതിയിലാകാം. റിട്ടൺ, ഓറൽ ഓർ ഗെസ്റ്ററിലാകാം. അങ്ങനെ പല മോഡലിലുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം. അതുകൊണ്ടാണ് മൾട്ടി മോഡൽ എന്ന് പറഞ്ഞത്. ദെൻ ഇറ്റ് ഇസ് എ 2-way പ്രോസസ്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു 2-way പ്രോസസ് ആണ്. സെന്ററിൽ നിന്ന് റിസീവറിലേക്കും റിസീവറിൽ നിന്ന് തിരിച്ച് സെന്ററിലേക്കും വരണം. അടുത്തത് റെസ്പോൺസ് ഓറിയന്റഡ്. ദി ഗോൾ ഈസ് ടു മോട്ടിവേറ്റ് എ റിയാക്ഷൻ. എയിം എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ റെസ്പോൺസ് ഓറിയന്റഡ് ആക്ടിവിറ്റി. ഫോർമൽ ഓർ ഇൻഫോർമൽ. ഒഫീഷ്യൽ ചാനൽസിൽ ഇത് എന്താകാം? ഫോർമൽ ആകാം, ഇൻഫോർമൽ ആകാം. മൾട്ടി ഡയമെൻഷണൽ ആണ്. മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഏത് ലൈനിൽ വേണമെങ്കിലും പോകാം. അതായത് മേ ബി അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആകാം, ഡൗൺവേർഡ് ആകാം, ലാറ്ററൽ ആകാം, ഡയഗണൽ ആകാം. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്തും ആകാം, ഗ്രേ പോയിന്റും ആകാം. അപ്പൊ ആ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ഡയമെൻഷനിൽ വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാം. പാർട്ട് ഓഫ് എക്സ്ചേഞ്ച് പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഓൾ ഫോംസ് ഓഫ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് നോളജ് എക്സ്ചേഞ്ച്. എല്ലാത്തിലും കമ്മ്യൂണിക്കേഷൻ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് പറയാം. ദെൻ കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അതിനുവേണ്ടി വേണ്ട കുറച്ച് ടേമുകളാണ്. ഒന്ന് ഫിഡിലിറ്റി. ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റോർഷൻ ഫ്രീ ക്വാളിറ്റി എന്ന് പറയും. അതായത് മെസ്സേജ് സെക്കൻഡ് പാർട്ടിയിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കണ്ടന്റും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിനെയാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ആക്യുറസി ഇൻ ട്രാൻസ്മിഷൻ അത് എൻഷുർ ചെയ്യുന്നതാണ് ഫിഡിലിറ്റി. ഓക്കെ, സോ ആക്യുറസി ഇൻ മെസ്സേജ് ട്രാൻസ്മിഷൻ, that means how close the received message is to the intended one. അത് സെൻഡ് ചെയ്തിരിക്കുന്ന മെസ്സേജും റിസീവ് ചെയ്തിരിക്കുന്ന മെസ്സേജും ഒരേപോലെയാണ് എന്ന് ഉറപ്പാക്കുക. അവിടെ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ മെസ്സേജ് നഷ്ടപ്പെട്ടിട്ടില്ല ഇൻ ബിറ്റ്വീൻ എന്ന് ഉറപ്പാക്കുന്ന ആ പ്രോസസ്സാണ് ഫിഡിലിറ്റി. ദെൻ രണ്ടാമതായിട്ട് ഇക്കോണമി. ഇക്കോണമി എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് യൂസ് ഓഫ് വേർഡ്സ്, ടൈം ആൻഡ് റിസോഴ്സസ്. വേസ്റ്റേജ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ടും മിനിമലായിട്ടും കൃത്യതയോടുകൂടിയും കാര്യങ്ങൾ അവതരിപ്പിക്കണം. അവിടെയാണ് ഇക്കോണമിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. ദെൻ ഇൻഫ്ലുവൻസ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എബിലിറ്റി ടു ഇമ്പാക്ട് ദി റിസീവേഴ്സ് നോളജ്. നമുക്ക് അതിനുള്ള കഴിവ് വേണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ആ ഇൻഡിവിജ്വൽ തയ്യാറാവണം. റൈറ്റ്. സോ ആ ഇൻഫ്ലുവൻസിങ് എബിലിറ്റി ഉണ്ടെങ്കിലാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകൂ. എബിലിറ്റി ടു ഇമ്പാക്ട് റിസീവേഴ്സ് നോളജ്, ഒപ്പീനിയൻ ആൻഡ് ബിഹേവിയർ, അതാണ് ഇൻഫ്ലുവൻസ്. നാലാമതായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. എൻഹാൻസസ് ഇന്റർപേഴ്സണൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരിക്കണം? സെക്കൻഡ് പാർട്ടിയിൽ വിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. സെക്കൻഡ് പാർട്ടിയിൽ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അതാണ് ഇതൊരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് പ്രോസസ് ആയിരിക്കണം എന്ന് പറഞ്ഞത്. സോ ഫിഡിലിറ്റി ഉണ്ടാവണം, ഇക്കോണമി ഉണ്ടാവണം, ഇൻഫ്ലുവൻസിങ് ആയിരിക്കണം, ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആയിരിക്കണം.
ഇത്രയെല്ലാം ചേരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. Then there is 7 C's of effective communication. Effective communicationന്റെ 7 C's എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ്, കൺസൈസ്നെസ്, കൺസിഡറേഷൻ, ക്ലാരിറ്റി, കോൺക്രീറ്റ്നെസ്, കേർട്സി ആൻഡ് കറക്റ്റ്നെസ്. കംപ്ലീറ്റ്നെസ് മീൻസ് എല്ലാ നെസസറി ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്. എല്ലാ നെസസറി ഇൻഫർമേഷനും ആ മെസ്സേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്. സോ ഓൾ നെസസറി ഇൻഫർമേഷൻ ഈസ് ഇൻക്ലൂഡഡ് എന്നുള്ളതാണ് കംപ്ലീറ്റ്നെസ്. ദെൻ കൺസൈസ്നെസ് എന്ന് പറഞ്ഞാൽ ക്രിസ്പ് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. ബ്രീഫ് ആൻഡ് ടു ദി പോയിന്റ്, അവോയ്ഡിങ് അൺനെസസറി ഡീറ്റെയിൽസ്. എന്താണോ ആവശ്യമുള്ള അത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അത് അൺനെസസറി ആയിട്ട് ലെങ്ത് മെസ്സേജ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ കാരണമാകും. അടുത്തത് കൺസിഡറേഷൻ, റെസ്പെക്ട് ദി ഓഡിയൻസ് നീഡ്സ്, വ്യൂ പോയിന്റ് ആൻഡ് ഇമോഷൻസ്. സെക്കൻഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് നിലവിൽ അദ്ദേഹം ഏത് സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കി വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ് നഷ്ടമാകും. ദെൻ ക്ലാരിറ്റി, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക, ഡയറക്റ്റ് മെസ്സേജ് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുകയാണെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. കോൺക്രീറ്റ്നെസ്, ഒരു പോയിന്റ് ഉറച്ചു നിൽക്കുന്നതിനെയാണ് കോൺക്രീറ്റ്നെസ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക്, ബി സ്പെസിഫിക് ആൻഡ് സപ്പോർട്ടഡ് ബൈ ഫാക്ട്സ്. വേഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അവിടെ എന്തില്ല, കോൺക്രീറ്റ്നെസ് ഇല്ല. ദെൻ കേർട്സി, കേർട്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട്ഫുൾ, പൊളൈറ്റ് ആൻഡ് പോസിറ്റീവ് ഇൻ ടോൺ. ആൻഡ് അവസാനമായിട്ട് കറക്റ്റ്നെസ് ആണ്. ഗ്രാമാറ്റിക്കൽ ഓർ ഫാക്ച്വൽ എറേഴ്സ് ഇല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, മിസ്റ്റേക്ക് ഇല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് കറക്റ്റ്നെസ്. സോ കംപ്ലീറ്റ്നെസ്, കൺസൈസ്നെസ്, കൺസിഡറേഷൻ, ക്ലാരിറ്റി, കോൺക്രീറ്റ്നെസ്, കേർട്സി ആൻഡ് കറക്റ്റ്നെസ്. ദീസ് ആർ ദി 7 C's of effective communication. അടുത്തത് 4 S of communication. ഷോർട്ട്നെസ് മീൻസ് 4S എന്ന് പറയുമ്പോൾ ഇവിടെ 4 ടേംസ് ആണ്. ഷോർട്ട്നെസ്, സിംപ്ലിസിറ്റി, സ്ട്രെങ്ത് ആൻഡ് സിൻസിയറിറ്റി. ഇതിനകത്ത് ഷോർട്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോങ് ആയിട്ടുള്ള ഡ്രോൺ ഔട്ട് മെസ്സേജുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സിംപ്ലിസിറ്റി, പ്ലെയിൻ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. സ്ട്രെങ്ത്, അസെറ്റീവ്, അതായത് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൽ പോസിറ്റീവ് കോൺഫിഡന്റ് ആയിട്ടുള്ള ടോൺ ഉപയോഗിക്കുക. കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം ശരിയാണെന്നുള്ളത്. ദെൻ സിൻസിയറിറ്റി, മെസ്സേജസ് മസ്റ്റ് ബി ജെന്യൂൻ ആൻഡ് റിഫ്ലക്ട് ഓണസ്റ്റി. ഇതെല്ലാം ചേരുമ്പോഴാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. അപ്പൊ അവിടെ നിന്നും നമ്മൾ വളരെ ഷോർട്ടായിട്ട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു, 7 C's പറ്റി പറഞ്ഞു, അതോടൊപ്പം 4S പറ്റിയും പറഞ്ഞു. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എമംഗ് ദി 7 C's ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ക്ലാരിറ്റി, കോൺക്രീറ്റ്നെസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഉണ്ട്. കൺഫ്രണ്ടേഷൻ ഈസ് നോട്ട് എമംഗ് ദം. ഓക്കെ, അടുത്തത് ഇൻ ദി 4S ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിച്ച് എസ് ഫോക്കസ് ഓൺ ഓണസ്റ്റി ആൻഡ് ജെന്യൂനെസ്. ഓണസ്റ്റി ആൻഡ് ജെന്യൂനെസിനെ പറ്റി പറയുന്ന എസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട്നെസ്, സിംപ്ലിസിറ്റി, സ്ട്രെങ്ത് ആൻഡ് സിൻസിയറിറ്റി. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി sincerity. Which of the following best defines fidelity in communication? Fidelity എന്താ? സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണോ, ആബ്സെൻസ് ഓഫ് ഡിസ്റ്റോർഷൻ ആണോ, ഇമോഷൻ, ടോൺ ഓഫ് സ്പീക്കർ ഓർ നമ്പർ ഓഫ് ചാനൽസ് യൂസ്ഡ്? Fidelity means ഡിസ്റ്റോർഷൻ ഫ്രീ ക്വാളിറ്റി ആണ് കേട്ടോ. ആബ്സെൻസ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് നോയ്സ്, ഇതാണ് ഫിഡിലിറ്റിയോട് ഉദ്ദേശിക്കുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തത് കംപ്ലീറ്റ്നെസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എൻഷുവേഴ്സ് ദാറ്റ് മെസ്സേജ് ഈസ്. കംപ്ലീറ്റ്നെസ് ഉണ്ടെങ്കിൽ എന്ത് ഉറപ്പിക്കാൻ സാധിക്കും? കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ യു ക്യാൻ സി ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ നെസസറി ഇൻഫർമേഷൻ, ഫാക്ട്സ് ആൻഡ് റെസ്പോൺസ് ടു ഓൾ ക്വറീസ്. എന്തൊക്കെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫാക്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളുടെ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് കംപ്ലീറ്റ്നെസ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി, സെഷൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി അഡാപ്റ്റഡ് ടു ദി റിസീവേഴ്സ് നീഡ്സ്. Consideration is one among the 7 C's of effective communication. So what do you think? Communication should be adapted to receiver's needs. ശരിയല്ലേ? റിസീവർക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം
എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലേ റീസൺ. രണ്ടാണെന്ന് വിചാരിക്കരുത്. ഇവിടെ അഡാപ്റ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്, കൺസിഡറേഷൻ. സെക്കൻഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ, സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് കൺസിഡറേഷൻ, റൈറ്റ്? സോ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ട് അഡാപ്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡറേഷൻ 7C's ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സെക്കൻഡ് പാർട്ടിയെ കൺസിഡർ ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകൂ. സോ ബോത്ത് അസെഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഏരിയയും കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മുടെ നാലാമത്തെ ടോപ്പിക് ഏരിയയിലേക്ക് പോകുന്നു. നാലാമത്തെ ടോപ്പിക് ഏരിയ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ്. ലെറ്റ്സ് സീ വാട്ട് ആർ ദി കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്താണ്? തടസ്സങ്ങൾ. കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ തടയുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് പ്രിവെന്റ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കോസിംഗ് ഡിസ്റ്റോർഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ ഈവൻ ബ്രേക്ക് ഡൗൺ ഇൻ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. സോ കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് പാർട്ടിയിൽ എത്തുന്നതിൽ നിന്നും തടസ്സങ്ങൾ ഉണ്ടാകുക, അത് വഴി മെസ്സേജ് ഫെഡിലിറ്റി ഇല്ല എന്ന് പറയുന്നു, ഡിസ്റ്റോർട്ടഡ് ആകുന്നു, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നു, ഓർ ഈവൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു. ഈ സിറ്റുവേഷൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിന്റെ ഡിഫറെന്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ആദ്യത്തത് ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ എൻവയോൺമെന്റ് പ്രശ്നം. ക്യാൻ ബി എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ലൈക്ക് നോയ്സ്, ഡിസ്റ്റൻസ്, poor lighting, faulty equipment. Okay, faulty equipment that distract the message transmission. നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം, ലൈറ്റിങ്ങിന്റെ പോരായ്മയാകാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടിക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നോയിസ് ആകാം, ഡിസ്റ്റൻസ് ആകാം. ഓൾ ദീസ് ആർ ദി ഫിസിക്കൽ ബാരിയേഴ്സ് ദാറ്റ് ക്യാൻ ഡിസ്ട്രക്ട് കമ്മ്യൂണിക്കേഷൻ. സോ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നോയ്സ്, ലൗഡ് സൗണ്ട്, ട്രാഫിക്, ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസസ്, ഇതൊക്കെ നോയ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ ദർ ക്യാൻ ബി ഡിസ്റ്റൻസ്, ജോഗ്രഫിക്കൽ സെപ്പറേഷൻ, രണ്ട് പാർട്ടിയും ഒരുപാട് അകലെയാണ്, അതുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല. പുവർ ഇൻഫ്രാസ്ട്രക്ചർ, വീക്ക് ആയിട്ടുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, കണക്ടിവിറ്റി കിട്ടുന്നില്ല. ബാഡ് ഫോൺ ലൈൻസ് ഓർ ഫോൾട്ടി എക്യുപ്മെന്റ്സ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷന് തടയാൻ കാരണമാകും. ദെൻ എൻവയോൺമെന്റൽ ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് ഇല്ല, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ്, ഓർ ഇന്ററപ്ഷൻസ്, ഫ്രീക്വന്റ് ആയുള്ള ഇന്ററപ്ഷൻ, തടസ്സങ്ങൾ വരുന്നു. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ അഫക്ട് ചെയ്യുന്ന ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. രണ്ടാമത് സെമാൻറ്റിക് ബാരിയർ. സെമാൻറ്റിക് എന്ന് പറയുമ്പോൾ വേർഡ്സുമായി ബന്ധപ്പെട്ടാണ്, ലാംഗ്വേജുമായി ബന്ധപ്പെട്ടാണ്. സോ അറൈസ് ഫ്രം മിസ്ഇന്റർപ്രിറ്റേഷൻ ഓഫ് വേർഡ്സ്, ജാർഗൺ ഓർ ആംബിഗ്യസ് ലാംഗ്വേജ് ലീഡിങ് ടു കൺഫ്യൂഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി മെസ്സേജ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ മീനിങ് മനസ്സിലാകുന്നില്ല. വാക്കുകൾ കുറെ ടെക്നിക്കൽ ടേംസ് ആണ്, ജാർഗൻസ് ആണെങ്കിൽ അത് സെക്കൻഡ് പാർട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ അല്ലെങ്കിൽ ആംബിഗ്യസ് ആണ്, വ്യക്തതയില്ലാത്ത ലാംഗ്വേജ് ആണ്, ലാംഗ്വേജിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരുന്നുണ്ട്. ഓർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തിലേക്ക് നയിക്കാം? സെക്കൻഡ് പാർട്ടിയിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം, അതുവഴി അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാകാനും സാധ്യതയുണ്ട്. ഇതാണ് സെമാൻറ്റിക് ബാരിയേഴ്സ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സെമാൻറ്റിക് ബാരിയറിന്റെ എക്സാമ്പിൾസ്, ജാർഗൺ. ജാർഗൺ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ടെക്നിക്കൽ ടേംസ്. ഒരു ഡോക്ടറുടെ ലാംഗ്വേജ്, അവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ഒരുപാട് അസുഖങ്ങളുടെ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്നു. അതുവഴി പരസ്പരം സംസാരിക്കുമ്പോൾ ഒരു പേഷ്യന്റിന് അത് മനസ്സിലാവണമെന്നില്ല. ദെൻ ആംബിഗ്വിറ്റി, വ്യക്തതയില്ലാതെ വരുന്നു. ലൈക്ക് വേർഡ്സ് വിത്ത് മൾട്ടിപ്പിൾ മീനിങ്സ്, ഒരേ വേർഡിന് പല മീനിങ് വരാം. ഓക്കെ, ലൈക്ക് മേ ബി ഒരു സൈറ്റ്, SIT ആകാം, SIGHT ആകാം, അല്ലെങ്കിൽ CIT ആകാം. സോ എന്താണ് ഉദ്ദേശിക്കുന്ന ആ വേർഡിന്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വന്നാൽ അത് ആംബിഗ്വിറ്റി ആണ്. ദെൻ ഇംപ്രോപ്പർ എൻകോഡിങ് പ്രോപ്പർ അല്ല, അതായത് മെസ്സേജ് എങ്ങനെയാണോ കോഡാക്കി മാറ്റിയത് അതിൽ എറർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസീവറെ സംബന്ധിച്ച് മെസ്സേജ് കിട്ടുമ്പോൾ ഉള്ള സ്ട്രക്ചറിൽ പോരായ്മ ഉണ്ടാകും. അതേപോലെ കൾച്ചറൽ കനോട്ടേഷൻസ്. എന്താ കനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് പല രീതിയിലുള്ള മീനിങ് വരുന്നതിനെയാണ് കനോട്ടേഷൻ എന്ന് പറയുന്നത്. വേർഡ്സ് ക്യാരി ഡിഫറെന്റ് മീനിങ് ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ്. എക്സാമ്പിൾസ്, ഒരേ വേർഡിന് പല സ്ഥലത്തും പല അർത്ഥമാണെങ്കിൽ അതാണ് കനോട്ടേഷൻ എന്ന് പറയുന്നത്. കനോട്ടേഷനിലുള്ള വ്യത്യാസം, ലൈക്ക് ഇപ്പോ കാക്ക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാക്കയാണ്, എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ കാക്ക എന്ന് പറഞ്ഞാൽ എന്താ? അങ്കിൾ എന്നുള്ളതാണ്. സോ സെയിം വേർഡിന്
പല മീനിങ് വരാം. ദെൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, മൂന്നാമത്തെ ടൈപ്പ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇമോഷൻ, സ്ട്രെസ്, പ്രെജുഡിസ് ഓർ ഫിയർ. നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിൽ നമ്മളുടെ ഇമോഷൻസ് ആകാം, നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ മുൻധാരണകൾ എന്ന് പറയും, പ്രിജുഡിസ്. ആ വ്യക്തി ഇങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു ചിന്താഗതി കാരണം ആ ഇൻഡിവിജ്വലിനോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാകാം. അല്ലെങ്കിൽ ഫിയർ ദാറ്റ് ഡിസ്ട്രോയ്ഡ് പെർസെപ്ഷൻ. ഓക്കെ, ഫിയർ ആകാം. ഇതെല്ലാം നമ്മുടെ എന്തിലേക്ക് പോകാം? നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെ തടയുന്ന ഫാക്ടേഴ്സ് ആകാം. ഓൾ ദീസ് ആർ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. പ്രിജുഡിസ്, ബയാസ്, റൈറ്റ്. സെൻഡർ ഓർ ടോപ്പിക് നമുക്ക് അത്ര താല്പര്യമുള്ളതല്ല, അല്ലെങ്കിൽ ആ മെസ്സേജ് പറയുന്ന വ്യക്തി നമുക്ക് ഇഷ്ടമല്ല, ആ വ്യക്തി സംസാരിക്കും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട്. അവിടെയൊക്കെ പ്രിജുഡിസ് ആണ് പ്രശ്നം. ദെൻ ദർ ക്യാൻ ബി ഇമോഷൻസ്. ആങ്കർ ഈസ് ദി എനിമി ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടിട്ടില്ലേ? ആങ്കർ, ഫിയർ, ആൻസൈറ്റി, ഇന്റർഫേസ്. ഈ ആൻസൈറ്റി ഒക്കെ ഇന്റർഫേസ് ചെയ്യാൻ നമ്മുടെ പെർസെപ്ഷനിൽ. സ്ട്രെസ് റെഡ്യൂസസ് ഫോക്കസ് ആൻഡ് ലിസണിങ് എബിലിറ്റി. സ്ട്രെസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് പറയുന്നൊന്നും കേൾക്കാനും സാധിക്കാതെ പോകും. ദെൻ പെർസെപ്ച്വൽ ഫിൽറ്റേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും? പല രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ഉപയോഗിക്കും. അതായത് ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സേജിന് കണ്ടന്റ് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ബാക്കിയുള്ളത് ഒഴിവാക്കുകയും ചെയ്യുന്നതിനെയാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. നമ്മൾക്ക് തന്നിരിക്കുന്ന മെസ്സേജ് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അത് മാത്രമായിരിക്കും മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ഇത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്നും എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25% മാത്രമായിരിക്കും അടുത്ത ആളുകൾക്ക് മനസ്സിലാക്കുക. വീണ്ടും വേറൊരാളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 25%-ന്റെ 25%, ചിലപ്പോൾ 2% മാത്രമായിരിക്കും അവസാനത്തെ ആൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ആ മെസ്സേജ് ഓരോ ലെവലിലും കുറയുന്നുണ്ട്, കണ്ടന്റ് കുറയുന്നുണ്ട്. ഇതാണ് പെർസെപ്ഷൻ ഫിൽറ്റേഴ്സ് കാരണമുള്ള പ്രശ്നം. ഒരു പേഴ്സന്റെ ബിലീഫ് അത് ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യാം? മെസ്സേജിനെ ഡിസ്റ്റോർട്ട് ചെയ്യുകയും ചെയ്യാം. സോ ദീസ് ആർ സം സൈക്കോളജിക്കൽ ബാരിയേഴ്സ്: പ്രിജുഡിസ്, ഇമോഷൻ, സ്ട്രെസ് ഓർ പെർസെപ്ച്വൽ ഫിൽറ്റേഴ്സ്. ദെൻ കംസ് കൾച്ചറൽ ബാരിയേഴ്സ്. കൾച്ചറൽ ബാരിയേഴ്സിൽ പ്രധാനമായിട്ടും ലാംഗ്വേജ് ഒരു ബാരിയർ ആണ്. ബിലീഫ്, ഒരു കൾച്ചറിൽ മറ്റൊരു കൾച്ചറിലേക്ക് വരുമ്പോൾ വിശ്വാസങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം നോൺ വെർബൽ ക്യൂസ് ഉപയോഗിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകാം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോംസ്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചിന്താഗതികൾ പലയിടത്തും പലതാകാം. അപ്പൊ അതെല്ലാം കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യും. സോ ലാംഗ്വേജ് ബാരിയർ, ഷെയർഡ് ലാംഗ്വേജ് ഇല്ല എന്ന് വിചാരിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളം ലാംഗ്വേജ് മറ്റൊരാൾക്ക് അറിയില്ല, നമുക്ക് വേറൊരു ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ആ ഇൻഡിവിജ്വലോട് നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോകാം. അതാണ് ലാംഗ്വേജ് ബാരിയർ. ദ നോൺ വെർബൽ മിസ്ഇന്റർപ്രിറ്റേഷൻ. നോൺ വെർബൽ ഗെസ്റ്റേഴ്സ് പല കൾച്ചറിലും പലതാണ് മീൻ ചെയ്യാൻ. നമ്മളിപ്പോൾ തലയാട്ടുന്നു എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ തലയാട്ടുന്ന അത്ര നല്ലതല്ല. അത് അവര് യെസ് ഓർ നോ പറയുന്നതിന് പകരം ജസ്റ്റ് തലയാട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് പലപ്പോഴും ട്വീറ്റ് ചെയ്യും. അതൊരു പ്രശ്നമാണ്. സോ നോൺ വെർബൽ മിസ്ഇന്റർപ്രിറ്റേഷൻ അവിടെ ഹാപ്പൻ ചെയ്യാം. ദെൻ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ നോംസ്, ഡയറക്റ്റ് വേഴ്സസ് ഇൻഡയറക്റ്റ് സ്പീച്ച് എക്സ്പെക്ടേഷൻസ്. അതായത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ പല കമ്മ്യൂണിക്കേഷനിലും പല സ്ഥലങ്ങളും കൾച്ചറിലേക്ക് വരുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാര്യങ്ങളുണ്ട്. ഓക്കെ, എക്സ്പെക്ട് ചെയ്യുന്ന ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരണമെന്നില്ല. ഓക്കെ, നമ്മളിവിടെ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് സലാം ചെയ്ത് ഹായ് പറയും. അതേസമയം നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വണങ്ങിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. സോ അവരത് എക്സ്പെക്ട് ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാം? ഇവൻ ബഹുമാനില്ലാത്തവനാണ്, ഇവൻ പറയുന്നത് കേൾക്കേണ്ട എന്നൊരു ചിന്താഗതി വന്നിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്തിലേക്ക് പോകാം? കൾച്ചറൽ നോംസിന്റെ ഡിഫറൻസ് കാരണമുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാം. അടുത്തത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഒബ്സ്റ്റക്കിൾസ് ലൈക്ക് ഹയറാർക്കി, improper channel, information overload or lack of feedback within a formal structure. ഓർഗനൈസേഷൻ അകത്ത് വരുന്ന ഹൈറാർക്കിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രോപ്പർ ചാനൽ ഇല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുന്നതാകാം. അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാകാം. അതാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. ദ ലാക്ക് ഓഫ് ഫീഡ്ബാക്ക് വിത്തിൻ എ ഫോർമൽ സ്ട്രക്ചർ, പ്രോപ്പർ ഫീഡ്ബാക്കിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതൊക്കെ ഓർഗനൈസേഷണൽ ബാരിയറിന് എക്സാമ്പിൾ ആണ്. സോ ഹൈറാർക്കിക്കൽ ഗ്യാപ്പ്, സീനിയർ ജൂനിയർ എന്നുള്ള റിലേഷൻ ഉള്ളത് കൊണ്ട് ജൂനിയേഴ്സിന് സീനിയേഴ്സിനോട് സംസാരിക്കാനും ജൂനിയേഴ്സിനോട് സംസാരിക്കാനും താല്പര്യമില്ലാത്ത സാഹചര്യം ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഹൈറാർക്കിക്കൽ ഗ്യാപ്പ്.
Then lack of feedback. No way to confirm the message understanding. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടി മനസ്സിലായോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഡയറക്റ്റ് മീൻസ് ഇല്ല. ദെൻ ഇൻഫർമേഷൻ ഓവർലോഡ്, ടു മച്ച് ഡേറ്റ. റിസീവറിനെ സംബന്ധിച്ച് ഒരുപാട് ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നും മനസ്സിലാക്കാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. റോങ് ചാനൽസ്, ഇൻഅപ്രോപ്രിയേറ്റ് മോഡ്. അർജന്റ് മാറ്ററും നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ അയക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ദെൻ ലാംഗ്വേജ് ബാരിയർ, സെമാൻറ്റിക് ബാരിയർ തന്നെയാണ്. ലാംഗ്വേജ് ബാരിയർ എന്നൊരു സെപ്പറേറ്റ് കാറ്റഗറി പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. കോസ്ഡ് ബൈ ഡിഫറൻസ് ഇൻ നേറ്റീവ് ലാംഗ്വേജ്. ലാംഗ്വേജിലോ ഡിഫറൻസ്, സെമാൻറ്റിക് ആണ്, കൾച്ചറലാണ്, ഇതിനകത്തൊക്കെ ലാംഗ്വേജ് ബാരിയർ വരാം. ടെക്നിക്കൽ വൊക്കാബുലറി ഓർ പുവർ ലാംഗ്വേജ്, പ്രൊഫിഷ്യൻസി എമംഗ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. സോ എക്സാമ്പിൾ പറയുന്നത് മൾട്ടി ലിംഗ്വൽ ടീംസ്. ഗ്രൂപ്പ്, ഇപ്പോൾ ഓർഗനൈസേഷനകത്ത് പല ലാംഗ്വേജ് സംസാരിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് വിചാരിക്കാം. അവരെ സംബന്ധിച്ച് ഡിഫറെന്റ് മദർ ടങ് ആണ്, അതുകൊണ്ട് തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം. ദെൻ കോംപ്ലക്സ് ടെർമിനോളജി, അൺഫെമിലിയർ ആയിട്ടുള്ള ടെക്നിക്കൽ ഓർ റീജിയണൽ വേർഡ്സ് ഉപയോഗിക്കുന്നു. ഇത് സെമാൻറ്റിക് ആണ്. നമ്മൾ ജാർഗൺസ് ഒക്കെ പറഞ്ഞില്ലേ, കോംപ്ലക്സ് ആയിട്ടുള്ള ടേമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ മീനിങ് സെക്കൻഡ് പാർട്ടിക്ക് മനസ്സിലാക്കണമെന്നില്ല. അടുത്തത് ഇമോഷണൽ ബാരിയർ. ഇമോഷണൽ ബാരിയർ സൈക്കോളജിക്കൽ ബാരിയർ ഒന്ന് തന്നെയാണ്. ഇമോഷണൽ ബാരിയറിനകത്ത് നമ്മളുടെ നെഗറ്റീവ് ഫീലിങ്സ് ആണ് കൂടുതൽ പ്രോംപ്റ്റ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അതായത് ഡിഫെൻസീവ്നെസ്, എന്തു പറഞ്ഞാലും എതിർക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു രീതിയാണ് നമ്മൾ ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തു പറയും പറഞ്ഞോ, ഞാൻ അംഗീകരിക്കില്ല. ആ ഒരു അപ്രോച്ചാണ് ഡിഫെൻസീവ്നെസ്. അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്, ഓക്കെ എനിക്ക് എല്ലാവരും മനസ്സിലായി എന്നുള്ള ചിന്താഗതിയാകാം. അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടി എന്നെ ഇവാലുവേറ്റ് ചെയ്യും, എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നിരിക്കും, ഈ തോന്നലുകളാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ദെൻ ലാക്ക് ഓഫ് ഓപ്പൺനെസ്, തുറന്ന് പറയാനുള്ള ആ ഒരു ഇതില്ല, ഓക്കെ, ആ ഒരു ഓണസ്റ്റി ഇല്ല. ഓക്കെ, ഇതെല്ലാം ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷനെ തടയാം. സോ നെഗറ്റീവ് ഫീലിംഗ്സ് ലൈക്ക് ഡിഫെൻസീവ്നെസ്, ഓവർ കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ജഡ്ജ്മെന്റ്, ലാക്ക് ഓഫ് ഓപ്പൺനെസ്, ദാറ്റ് ബ്ലോക്ക് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. സോ ഡിഫെൻസീവ്നെസ് എന്താന്ന് പറഞ്ഞു, എല്ലാ ഫീഡ്ബാക്ക് ഓർ ക്രിറ്റിസിസം എല്ലാം റിജക്ട് ചെയ്യുന്നതാണ് ഡിഫെൻസീവ്നെസ്. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ഹെസിറ്റേഷൻ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ഇതിൽ മലയാളീസിനോട് എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് ഇംഗ്ലീഷ് പറയാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, നമ്മളെ പറ്റി മറ്റുള്ളവർ എന്ത് ധരിക്കുന്നുള്ള ചിന്താഗതി കാരണമാണ്. അതൊരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഓവർ കോൺഫിഡൻസ്, ഇഗ്നോറിങ് അതേഴ്സ് പെർസ്പെക്റ്റീവ്, ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ്, മറ്റൊരാൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചിന്താഗതിയാണ് ഓവർ കോൺഫിഡൻസ് വഴി ഉണ്ടാവുന്നത്. Then technological barriers such as poor internet, wrong platform choice or lack of digital skills. നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കാം, എന്തെങ്കിലും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, അവിടെ പ്രശ്നം ഉണ്ടാകാം. അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ പോരായ്മയോ, നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഇംപ്രോപ്പർ ആവുന്നതോ ഒക്കെ ഇതിന് കാരണമാകാം. സോ പുവർ ഇന്റർനെറ്റ് ആണെങ്കിൽ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടാം. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾ ഉപയോഗിക്കുന്നു, ലൈക്ക് ഫോർമൽ മെസ്സേജുകൾ അയക്കാൻ വേണ്ടി നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നു, അവിടെ എന്ത് ഉപയോഗിക്കേണ്ടതാണ്, യഥാർത്ഥത്തിൽ ഇമെയിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂളായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ലാക്ക് ഓഫ് ഡിജിറ്റൽ ലിറ്ററസി, ഇൻഎബിലിറ്റി ടു യൂസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉപയോഗിക്കാൻ അറിയില്ല, അതും ഒരു ടെക്നോളജിക്കൽ ബാരിയർ ആണ്. ദെൻ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ക്യാൻ ഓൾസോ ബി ആക്ട് ആസ് എ ബാരിയർ. ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോവാണ്, ഫിസിക്കലി ഫിറ്റ് അല്ല, ഓക്കെ, ലൈക്ക് മേ ബി ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഇനി അസുഖങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്പീച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. അതെല്ലാം എന്തിലേക്ക് നയിക്കാം, നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാകാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആയിട്ട് പറയാവുന്നത്. ഇനി ആ ബാരിയേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? ബാരിയേഴ്സ് ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് ലിസണിങ് ആണ്. എൻകറേജസ് അറ്റൻഷൻ ആൻഡ് ഫീഡ്ബാക്ക്. കേൾക്കുക, വെറുതെ കേൾക്കുകയല്ല, ശ്രദ്ധിച്ച് കേൾക്കുക, ആക്റ്റീവ് ലിസൺ. രണ്ടാമതായിട്ട് ക്ലിയർ ആൻഡ് കൺസൈസ് മെസ്സേജിങ്. പറയാനുള്ള കാര്യങ്ങൾ ഷോർട്ടായിട്ട് കൃത്യതയോടുകൂടി പറയാം. അങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷനും ഇൻഫർമേഷൻ ഓവർലോഡും അവോയ്ഡ് ചെയ്യാം. ദെൻ റൈറ്റ് മീഡിയം സെലക്ഷൻ. ഒരു പർപ്പസ് എന്താണോ ആ പർപ്പസിന് അനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള
മീഡിയം ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അത് എൻഷുർ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് ചാനൽ ചൂസ് ചെയ്തു. ഒരു അർജന്റ് മാറ്റർ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറയണം, അതിന് കത്തയച്ച കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ റൈറ്റ് ചാനലാണ് ചൂസ് ചെയ്യേണ്ടത്. ദെൻ ഫീഡ്ബാക്ക് മെക്കാനിസം എനേബിൾ ദി സെൻഡർ ടു വെരിഫൈ അണ്ടർസ്റ്റാൻഡിങ്. കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, മെക്കാനിസം ഉണ്ടെങ്കിൽ എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് സെൻഡർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ കൾച്ചറൽ സെൻസിറ്റിവിറ്റി അവോയ്ഡ്സ് അൺഇൻറ്റൻഡഡ് ഓഫൻസ് ഓർ മിസ് ഇന്റർപ്രിറ്റേഷൻ. ഓക്കെ, സോ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാവണം. അവരുടെ കൾച്ചർ അനുസരിച്ച് എന്താണോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ദെൻ റെഡ്യൂസ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഏതാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ്. Now let's move on. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Which of the following is an example of a semantic barrier in communication? സെമാൻറ്റിക് ബാരിയർ ഏതാണ്? ഫിസിക്കൽ നോയ്സ്, മിസ്ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടെക്നിക്കൽ ടേംസ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി റിസീവർ, ഫോൾട്ടി ഫീഡ്ബാക്ക് മെക്കാനിസം. ഏതാണ് റൈറ്റ് ആൻസർ? ഡെഫിനറ്റ്ലി മിസ്ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടെക്നിക്കൽ ടേംസ്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ടാണ് സെമാൻറ്റിക് വരുന്നത്. സോ മിസ്ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടെക്നിക്കൽ ടേംസ് ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഓൾ ദി ഫോളോയിങ് എക്സെപ്റ്റ്. ഓർഗനൈസേഷൻ ബാരിയറിൽ എല്ലാം വരുന്നുണ്ട്. വരാത്ത ഏതാണെന്ന് വെച്ചിരിക്കുന്നത് ഇംപ്രോപ്പർ ചാനൽ സെലക്ഷൻ, സ്റ്റാറ്റസ് ഡിഫറൻസ് ആൻഡ് ഹയറാർക്കി, കൾച്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ, ഇൻഫർമേഷൻ ഓവർലോഡ്. ഏതാ വരാത്തത്? കൾച്ചറൽ ഡിഫറൻസ് വരാം കേട്ടോ, വരില്ല എന്നല്ല, വരാം. എന്നാൽ ഡയറക്റ്റ്ലി ഒരു ഓർഗനൈസേഷൻ ബാരിയർ ആയിട്ട് പറയേണ്ട കാര്യമില്ല. അത് ഇന്റർ കൾച്ചറൽ ടീംസ് ഒക്കെ വരുമ്പോൾ കൾച്ചറൽ ഡിഫറൻസ് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാം. എന്നാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രകാരം ഡയറക്റ്റ്ലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, അത് കൾച്ചർ ബാരിയർ ആണ്. ഓക്കെ, കൾച്ചറൽ ബാരിയർ സെപ്പറേറ്റ് ബാരിയർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ വോണ്ട് സേ ഇതിൽ ഏത് എല്ലാം വരുന്നത് ഞാൻ പറയൂ, എന്നാൽ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് മാറ്റാവുന്നതുകൊണ്ട് മാത്രം അത് ഒഴിവാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദി സെൻഡർ ക്യാൻ ഹിൻഡർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Psychological barriers arise from physical distance and noise. Emotional instability can in a sender can hinder effective communication എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് തടസ്സങ്ങൾ സൃഷ്ടിക്കാം. ശരിയാണ്. ഫിസിക്കൽ ബാരിയേഴ്സ്, ഡിസ്റ്റൻസ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അറൈസ് ഫ്രം ഫിസിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് നോയ്സ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റാണ്. റൈറ്റ്, സൈക്കോളജിക്കൽ ബാരിയർ ഫിസിക്കൽ ബാരിയർ അല്ല. സോ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് നോയ്സിൽ നിന്നല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അസഷൻ ശരിയാണ്, റീസൺ തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തത്, അസഷൻ പറയുന്നത് ഓവർ യൂസ് ഓഫ് ടെക്നിക്കൽ ടേംസ് ക്യാൻ ലീഡ് ടു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ. റീസൺ, സെമാൻറ്റിക് ബാരിയർ റിലേറ്റ് ടു മീനിങ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് വേർഡ്സ്. എന്ത് തോന്നുന്നു? ഓവർ യൂസ് ഓഫ് ടെക്നിക്കൽ ടേംസ് ക്യാൻ ലീഡ് ടു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ. ദാറ്റ് ഈസ് റൈറ്റ്. ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ടെക്നിക്കൽ ടേംസ് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെമാൻറ്റിക് ബാരിയറിനെ പറ്റിയാണ്. സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഇന്റർപ്രിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. റൈറ്റ്, സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ബെസ്റ്റ് സ്ട്രാറ്റജി ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയർ? ബാരിയർ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജി ഏതാണ്? അവോയ്ഡിങ് യൂസിങ് ഫീഡ്ബാക്ക്, യൂസ് ഓഫ് കോംപ്ലക്സ് ലാംഗ്വേജ്, നോ, എൻകറേജസ് ആക്റ്റീവ് ലിസണിങ്. അല്ലേ, എൻകറേജസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് ക്ലാരിറ്റി ഇൻ മെസ്സേജ്. ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ 4 ടോപ്പിക് ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഡൗട്ട്സ്? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ എന്ന് പറയൂ പ്ലീസ്. ശരി.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമ്മളുടെ അഞ്ചാമത്തെ ടോപ്പിക് ഏരിയ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു പുതിയ ടോപ്പിക് ഏരിയ ആണ് കേട്ടോ. ബിക്കോസ് പുതിയ ടോപ്പിക്കല്ല, ഓൾറെഡി ഉള്ളതാണ്. നമ്മളുടെ സിലബസിൽ ക്വസ്റ്റ്യൻ ഏരിയ ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് അധികം ടൈം ആയിട്ടില്ല. ക്വസ്റ്റ്യൻ ഏരിയ ആയിട്ട് വരികയും ചെയ്യും, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഇറ്റ് ഹെൽപ്സ് ടു വിഷ്വലൈസ് ഹൗ കമ്മ്യൂണിക്കേഷൻ വർക്ക്സ്. കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് പറഞ്ഞു, കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് ബാരിയേഴ്സ് പറഞ്ഞു, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ് ഏതാണെന്ന് നമ്മൾ കണ്ടു. ബേസിക് മോഡൽ ഓഫ് പ്രോസസ് കണ്ടു. എന്നാൽ അത് പല രീതിയിൽ പല ഓതേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് തിയറീസ് വഴി. ആ ഒരു തിയററ്റിക്കൽ കൺസെപ്ഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൈ കമ്മ്യൂണിക്കേഷൻ മോഡൽസ്? എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ആക്ച്വലി വിഷ്വൽ, ദീസ് ആർ ദി ഫ്രെയിം വർക്ക്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഫ്രെയിം വർക്കാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഐഡന്റിഫൈ പോസിബിൾ ബാരിയേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഫീഡ്ബാക്ക്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു, അതിൽ വരാവുന്ന തടസ്സങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി തരുന്നു, ആൻഡ് ഫീഡ്ബാക്കിന്റെ റോൾ എത്രമാത്രം ഉണ്ടെന്നും മനസ്സിലാക്കി തരുന്നു. യൂസ്ഫുൾ ഫോർ അനലൈസിങ് ക്ലാസ് റൂം മാസ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ആൻഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിലായാലും മാസ് കമ്മ്യൂണിക്കേഷനിലായാലും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലായാലും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലായാലും ഇതിനൊരു പ്രോമിനന്റ് റോള് പറയാം. ഓക്കെ, എനിവേ നമുക്ക് മോഡലുകളിലേക്ക് വരാം. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു വൺ വേ പ്രോസസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഒരു വൺ വേ പ്രോസസ് ആണെന്ന് ഡിഫൈൻ ചെയ്താണ് ലീനിയർ മോഡൽ. അതായത് സെൻഡറിൽ നിന്നും മെസ്സേജിൽ നിന്നും റിസീവർ, വൺ വേ. ഈ ഒരു മോഡലാണ് ബേസ് മോഡൽ. സെൻഡർ ഉണ്ട്, സെൻഡർ അത് മെസ്സേജ് ആക്കുന്നു, മെസ്സേജ് അങ്ങോട്ട് പോകുന്നു, റിസീവറിലേക്ക് എത്തുന്നു, അവിടെ നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ തീരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ആ ഒരു ബേസ് മോഡലിൽ വരുന്നത്. ഇതാണ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ല, വൺ വേ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നോ ഫീഡ്ബാക്ക് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ലീനിയർ മോഡൽ. ഓക്കെ, സോ അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഒന്നാമത്തത് നമുക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പറയാം. ഒന്ന് അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അരിസ്റ്റോട്ടിലിന്റെ മോഡല് 300 BC വന്നതാണ്. എ വൺ വേ ലീനിയർ മോഡൽ ദാറ്റ് ഫോക്കസ് ഓൺ സ്പീക്കേഴ്സ് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദി ഓഡിയൻസ്, മെയിൻലി യൂസ്ഡ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് റിറ്റോറിക് കമ്മ്യൂണിക്കേഷൻ. അതായത് പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് പറയാം. അതാണ് അരിസ്റ്റോട്ടിലിന്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വരുന്നത് ഇത്രയേ ഉള്ളൂ. ലാർജ് ഗ്യാതറിങ്ങിനകത്ത് എങ്ങനെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ അരിസ്റ്റോട്ടിലിന്റെ മോഡലിനെ പറ്റി കൂടുതലൊന്നുമില്ല. ഏറ്റവും ബേസിക് മോഡലാണെന്ന് ഓർക്കുക. ഏറ്റവും ബേസിക് മോഡലാണ്, പബ്ലിക് സ്പീക്കിങ്ങിലാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? മോഡലുകളെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വിടണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ മോഡൽ ഒന്ന് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാം. അരിസ്റ്റോട്ടിലിന്റെ മോഡലിൽ വരുന്നത് there will be a speaker. സ്പീക്കർ എന്ത് ചെയ്യുന്നു? അദ്ദേഹം സ്പീച്ച് ചെയ്യുന്നു. അതാണ് ഇതൊരു എന്താന്ന് പറയുന്നത്, ഒരു ലാർജ് ഓഡിയൻസിന് വേണ്ടി പബ്ലിക് സ്പീക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാന്ന് പറയാനുള്ള കാരണം, സ്പീക്കർ സ്പീച്ച്, ദെൻ എങ്ങോട്ടേക്ക് പോകുന്നു? ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു. ഓഡിയൻസിലേക്ക് എത്തുന്നു ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ എഫക്റ്റ്. അതൊരു റെസ്പോൺസ് എന്നുള്ള രീതിയിലല്ല, ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേട്ടോ. സോ ഇതൊരു ഒക്കേഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് സ്പീക്കിംഗ് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മോഡലിന് സിഗ്നിഫിക്കൻസ് വരുന്നത്. സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ് ആൻഡ് ഇഫക്റ്റ്. ഇതാണ് അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ മനഃപൂർവ്വം കുറച്ച് സ്ലോയി പോകുന്നതാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് പറയണം. ബിക്കോസ് ഈ ഓരോ മോഡലുകളും നമ്മളിപ്പോൾ ബാക്കിയുള്ള ടോപ്പിക് ഏരിയ പോലെയല്ല, ഇത് ലാംഗ്വേജ് ബേസ്ഡ് അല്ലാതെ പഠിക്കുന്നവർ അത്രയും ഫോളോ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ്
അരിസ്റ്റോട്ടിൽ മോഡൽ എന്താണെന്ന് ഓർക്കുക. 4 ലെവലുകൾ, സ്പീക്കർ ഉണ്ട്, സ്പീച്ച് ഉണ്ട്, ഓഡിയൻസ് വരും, ദെൻ അതൊരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഒക്കേഷൻ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ അതിന് ഒക്കേഷൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർത്തേക്കുക. ആ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ മോഡലാണ് ഷാനൻ ആൻഡ് വീവർ മോഡൽ. ഷാനൻ ആൻഡ് വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ 1948 ക്രിയേറ്റ് ചെയ്ത 48-49 ക്രിയേറ്റ് ചെയ്ത ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ വരുന്നത്, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ദി കൺസെപ്റ്റ് ഓഫ് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, വ്യൂസ് കമ്മ്യൂണിക്കേഷൻ ആസ് ടെക്നിക്കൽ ലീനിയർ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ഫ്രം സെൻഡർ ടു റിസീവർ. ഇവിടെ വരുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷനിൽ ആദ്യമായിട്ട് നോയ്സ് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഡിഫറെന്റ് സ്റ്റേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്ററിലാണ്. അവർ പറയുന്ന സ്റ്റേജുകളിലേക്ക് വന്നാൽ സെന്റർ ഇസ് ദെയർ. സെന്ററിൽ നിന്നും എൻകോഡർ എൻകോഡിങ് ചെയ്യുന്നു. മേ ബി ഒരു എൻകോഡർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടെന്ന് പറയാം, ഒരു ഇന്റർമീഡിയറി പോലെ ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വ്യക്തി. അത് സെന്റർ തന്നെയാകാം. എൻകോഡർ, ദെൻ ചാനൽ, ഈ ചാനലിൽ എന്താ ഫിറ്റ് ചെയ്യാം? നോയ്സ് അഫക്റ്റ് ചെയ്യാം. ഓക്കെ, നോയ്സ് അഫക്റ്റ് ചെയ്യാം. ദെൻ ഡീകോഡർ. ഡീകോഡർ എന്ന് പറയുമ്പോൾ ഡീകോഡിങ് ഓർ റിസപ്ഷൻ എന്ന് പറയാം. പല ടേമുകൾ പല ഓതേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഫൈനലി റിസീവറിലേക്ക് എത്തുന്നു. താഴെ അല്ലെ, റിസീവർ. ഓക്കെ, ഇതാണ് ഷാനൻ വീവർ മോഡൽ പറയുന്നത്. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇതും വൺ വേ കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ആ വൺ വേ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ റിസീവർ ഫീഡ്ബാക്കിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ഇവരെന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? നോയ്സ് ഒരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ സെൻഡർ, എൻകോഡർ ഓർ എൻകോഡിംഗ്, ദെൻ ചാനൽ, ഡീകോഡിംഗ് ആൻഡ് ഫൈനലി റിസീവറിലേക്ക് എത്തുന്നു. ഇതാണ് മോഡൽ. ഇവിടെ നോയ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർക്കുക. ഒരു ഇന്റർഫറൻസ് ഉണ്ടാകാം എന്നുള്ളതാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷനെ തടയാൻ വേണ്ടി നോയ്സ് കാരണമാകാം. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ബെർലോസ് SMCR മോഡൽ. ബെർലോസ് SMCR മോഡൽ ഇത് നമ്മളോട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇവിടെ 4 ഇമ്പോർട്ടന്റ് എലമെന്റുകളുണ്ട്. SMCR മീൻസ് S stands for source, M for message, okay, then channel, C for channel, and R for എന്തായിരിക്കും? റിസീവർ. ഇതിനകത്ത് എൻകോഡിങ് ഡീകോഡിങ്ങും ഉണ്ട്. അതിവിടെ തന്നെ അങ്ങ് പറഞ്ഞു വയ്ക്കും. എൻകോഡിങ്, സെൻഡർ എൻകോഡ് ചെയ്യുന്നു, ദെൻ റിസീവറിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഡീകോഡിങ് ചെയ്യുന്നു. ഓക്കെ, സോ എങ്ങനെയായിരിക്കും? സോഴ്സിനെ സംബന്ധിച്ച്, സോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? സെൻഡർ ആണ്. സോഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. അതേപോലെ ആറ്റിറ്റ്യൂഡ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ, ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോഴ്സിൽ നിന്നും ആ മെസ്സേജ് എൻകോഡ് ചെയ്തിട്ട് എങ്ങോട്ട് എത്തുന്നു? മെസ്സേജ് ആയി മാറുന്നു. മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് കണ്ടന്റ് ആണ്. ആ കണ്ടന്റിൽ ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ടാകും. അതിനെ അദ്ദേഹം ട്രീറ്റ് ചെയ്ത രീതി ഉണ്ടാകും. അതിനെ അദ്ദേഹം കോഡ് ചെയ്ത രീതി ഉണ്ടാകും. ഇതെല്ലാം മെസ്സേജിന്റെ ഭാഗമാണ്. അത് വഴി ഒരു ചാനൽ വഴി ആ മെസ്സേജ് ഒരു ചാനലിലേക്ക് എത്തുന്നു. ചാനൽ എന്താണ്? ചാനൽ എന്ന് പറയുമ്പോൾ മേ ബി കാണുന്നതോ ടച്ച് ചെയ്യുന്നതോ തൊടുന്നതോ സ്മെല്ലിങ്ങോ അങ്ങനെയുള്ള എന്തും ക്രിയേറ്റ് ചെയ്യുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ചാനൽ. ആ ഒരു വഴി എന്ന് പറയാം. സോ ചാനൽ വഴി എന്തിലേക്ക് എത്തുന്നു? റിസീവറിലേക്ക് എത്തുന്നു. റിസീവറിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആറ്റിറ്റ്യൂഡും നോളജും ഒക്കെ അതിനകത്ത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ബെർലോസ് SMCR മോഡൽ. 1960 ക്രിയേറ്റ് ചെയ്ത മോഡലാണ്. ബ്രേക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടു സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ ആൻഡ് ഹൈലൈറ്റിംഗ് ദി സ്കിൽ, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് പാർട്ടിസിപ്പൻസ്. സ്കില്ലും നോളജും ആറ്റിറ്റ്യൂഡും ഇതെല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യും?
ഓക്കെ, 3 മോഡലുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ലീനിയർ മോഡൽസിൽ, വൺ വേ പ്രോസസ്സിൽ ഓർക്കുക, ലീനിയർ മോഡൽസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക്. കേൾക്കാമല്ലോ? ഓഡിബിൾ അല്ലേ? ഒന്ന് കട്ടായി പോയായിരുന്നു. കേൾക്കാമല്ലോ? ഇപ്പോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ശരി, ഓക്കെ, ഫൈൻ. സോ മോഡലുകളിൽ 3 മോഡലുകളാണ് ഈ ലീനിയർ മോഡലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. വേറെ മോഡലുകളുണ്ട് കേട്ടോ. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മോഡലുകൾ. ഒന്ന് അരിസ്റ്റോട്ടിൽസ് മോഡൽ. അരിസ്റ്റോട്ടിൽ മോഡൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇതിന്റെ മേജർ കോമ്പോണൻസ് എന്ന് പറയുന്നത് സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ് ആൻഡ് ഇഫക്റ്റ് ആണ്. ഇതിൽ ഒക്കേഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ഒക്കേഷൻ, ഏത് സാഹചര്യത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിലും പെർസുവേഷൻ, സെക്കൻഡ് പാർട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെയാണ് ഈ ഒരു മോഡൽ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ് നിങ്ങൾ അതാണ് ഓർക്കേണ്ടത്. ഓൾഡസ്റ്റ് മോഡൽ നമ്മളോട് റിറ്റോറിക് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട്, റിറ്റോറിക് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണെന്ന് ഓർത്തേക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അരിസ്റ്റോട്ടിൽ മോഡൽ. രണ്ടാമതായിട്ട് ഷാനൻ ആൻഡ് വിവർ മോഡൽ. ഷാനൻ ആൻഡ് വിവർ മോഡലിൽ ഏതൊക്കെ വരുന്നുണ്ട്? സെൻഡർ, എൻകോഡിങ്, ചാനൽ, ഡീകോഡിങ്, റിസീവർ. ഡീകോഡർ, എൻകോഡർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിനകത്ത് എന്താണ് അഡീഷണലി വരുന്നത്? നോയ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. നോയ്സിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു വയ്ക്കുകയാണ് ഷാനൻ ആൻഡ് വിവർ മോഡൽ. ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് നോയ്സ് ആൻഡ് ടെക്നിക്കൽ ക്ലാരിറ്റി ആസ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ്. ഓക്കെ, നോയ്സ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി കമ്മ്യൂണിക്കേഷൻ ആസ് ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ, അതാണ് ഷാനൻ വിവർ മോഡൽ. അടുത്തത് ബെർലോസ് SMCR മോഡൽ. ബെർലോസ് SMCR മോഡൽ, എസ് ഫോർ സോഴ്സ്, മെസ്സേജ്, എം ഫോർ മെസ്സേജ്, സി ഫോർ ചാനൽ ആൻഡ് ആർ ഫോർ റിസീവർ. ഇവിടെ ഇതിനകത്ത് ഓരോരുത്തരുടെയും, സോഴ്സിന്റെയും റിസീവറുടെയും എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്? ഇൻഡിവിജ്വൽ സ്കില്ലും നോളജും ആറ്റിറ്റ്യൂഡും കൂടാതെ അവരുടെ കൾച്ചർ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ഈ ഓരോ ഫാക്ടേഴ്സും കമ്മ്യൂണിക്കേഷൻ അഫക്റ്റ് ചെയ്യുമെന്നാണ് ഈ മോഡൽ പറയുന്നത്. ഓക്കെ, സോ നോ ഫീഡ്ബാക്ക് ഓർ നോയ്സ്, യൂസ്ഫുൾ ഇൻ അനലൈസിങ് ഹ്യൂമൻ ഇന്ററാക്ഷൻ. എനിവേ, മൂന്ന് മോഡലുകളെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടി ഞാൻ വിചാരിക്കുന്നു. അതിന്റെ പ്രോസസ് ഓർക്കുക, എന്താണ് അതിന്റെ പർപ്പസ് ഓർക്കുക. ഇനി രണ്ടാമത്തെ ഇന്ററാക്റ്റീവ് മോഡൽസ് ആണ്. ഇന്ററാക്റ്റീവ് മോഡൽസിലേക്ക് വരുമ്പോൾ 2-വേ പ്രോസസ് വരുന്നു. അതായത് ഇവിടെ ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് വരുന്നു. റൈറ്റ്, ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് വരുന്ന മോഡലാണ് ഇത്. അതിൽ ആദ്യത്തെ മോഡലാണ് ഷ്രം മോഡൽ. ഓക്കെ, ഷ്രം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഷ്രം മോഡലിന്റെ ഇമേജ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഐ ഷോ യു. ഷ്രം മോഡൽ എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്കിന് ഇവിടെ സിഗ്നിഫിക്കൻസ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ മോഡൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. സോ ഇവിടെ സെൻഡർ ആൻഡ് റിസീവർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് എന്തുവാകുന്നു? ഷ്രം മോഡലിലേക്ക് വരുമ്പോൾ ഇവിടെ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് വരുന്നു. ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. അതേപോലെ ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് വരുന്നു. ഇതിന്റെ റിലേഷൻ ഞാനൊന്ന് ഡ്രോ ചെയ്യാൻ ജസ്റ്റ് നോക്കുക. ഇന്റർപ്രറ്റ്, നോടി വരയ്ക്കാവേ. ഇന്റർപ്രറ്റ്, എൻകോഡിംഗ് or encoder, right? Then ഇവിടെ നിന്നും മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വീണ്ടും ഡീകോഡിംഗ് നടക്കുന്നു. ഡീകോഡിംഗ് നടത്തുന്നു. അദ്ദേഹം തന്നെ ഇന്റർപ്രറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ട് ഇന്റർപ്രറ്റേഴ്സ് ആണ്, സെൻഡറും അതേപോലെ തന്നെ റിസീവർ ഇന്റർപ്രറ്റർ ആണ്. ദെൻ ഇന്റർപ്രറ്റർ എന്ത് ചെയ്യുന്നു? വീണ്ടും അദ്ദേഹം എൻകോഡ് ചെയ്യുന്നു. അത് എൻകോഡഡ് ആയിട്ടുള്ള മെസ്സേജ് എങ്ങോട്ടേക്ക് പോകുന്നു? ഇന്റർപ്രറ്റർ 1ലേക്ക് വരുന്നു. അപ്പോൾ അതെന്താവും? ഡീകോഡിംഗ് ആവും. അതായത് ഈ പ്രോസസ്സിനെ ഇങ്ങനെയാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. സോ
You can see this. ജസ്റ്റ് നോക്കി എന്താ സംഭവിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഇന്റർപ്രറ്റർ ഓർ സെൻഡർ എന്ത് ചെയ്യുന്നു? സെൻഡർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ള ഐഡിയയെ എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തിട്ട് മെസ്സേജ് ആക്കി മാറ്റി സെക്കൻഡ് ഇന്റർപ്രറ്ററിലെത്തി, റിസീവറിലെത്തി. ഇന്റർപ്രറ്റർ അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി. ദെൻ അദ്ദേഹം പുതിയൊരു മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തിട്ട് മെസ്സേജ് ആക്കി മാറ്റുന്നു. മെസ്സേജ് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് നമ്മുടെ ആദ്യത്തെ സെന്ററിലേക്ക് എത്തുന്നു. അദ്ദേഹം അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഈ ഒരു മോഡൽ പറഞ്ഞു വെക്കുന്നത്. കണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വലിന്റെയും ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് രണ്ട് ഇൻഡിവിജ്വലും ആ ഇൻഡിവിജ്വലിന്റെ ഇന്റർപ്രിറ്റേഷനും ഡീകോഡിങ്ങും അതേപോലെ എൻകോഡിങ്ങും കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് എത്രമാത്രം കാര്യങ്ങൾ അറിയാം, അവരുടെ ഷെയർഡ് നോളജ് എത്രമാത്രമാണ്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ ടെക്നിക്കൽ ടേംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അവർക്ക് മനസ്സിലാവും, റൈറ്റ്? അപ്പൊ ആ ഷെയർഡ് ബാക്ക്ഗ്രൗണ്ട് ഓർ ഷെയർഡ് നോളജ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്നത് ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് സി an interactive model that emphasizes feedback and field of experience for effective message understanding. So in short we can say രണ്ട് എലമെന്റുകളാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒന്ന് ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, രണ്ടാമതായിട്ട് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മോഡൽ. അടുത്ത മോഡലാണ് ബെല്ലൻസ് ട്രാൻസാക്ഷണൽ മോഡൽ. One second. ഓക്കെ, ബെർലിൻ ട്രാൻസാക്ഷണൽ മോഡൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറ്റ്സ് എ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ മോഡൽ വെയർ ബോത്ത് പാർട്ടിസിപ്പൻസ് ആർ സൈമൾട്ടേനിയസ് സെൻഡേഴ്സ് ആൻഡ് റിസീവേഴ്സ് വിത്തിൻ എ ഷെയർഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഫീഡ്ബാക്ക് ലൂപ്പ്. അതായത് മോഡൽ വരയ്ക്കാൻ വലിയ പാടാണ്. അതായത് നമ്മളിങ്ങനെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഷെയർഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ലൂപ്പുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊരു ട്രാൻസാക്ഷണൽ മോഡൽ വരയ്ക്കൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് കാര്യം മനസ്സിലാക്കാം. കാര്യം ഇത്രയേ ഉള്ളൂ. ദി റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ മോഡൽ, ഇപ്പൊ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ മറുപടി പറയും, ഞാൻ വീണ്ടും പറയും, നിങ്ങൾ മറുപടി പറയും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷണൽ മോഡൽ എന്ന് പറയുന്നത്, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ട്രാൻസാക്ഷണൽ മോഡൽ വരുന്നത്. പക്ഷേ ഇത് ട്രാൻസാക്ഷണൽ മോഡലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ററാക്റ്റീവിന്റെ ബേസിലേ വരുള്ളൂ. ബിക്കോസ് 3 ലെവലുകളുണ്ട്. വൺ ഈസ് ലീനിയർ മോഡൽ, സെക്കൻഡ് വൺ ഈസ് ഇന്ററാക്റ്റീവ് മോഡൽ, തേർഡ് വൺ ഈസ് ട്രാൻസാക്ഷണൽ മോഡൽ. അതിൽ ഇന്ററാക്റ്റീവ് മോഡലിലാണ് നമ്മൾ ബെർലിന്റെ ട്രാൻസാക്ഷണൽ മോഡൽ പറഞ്ഞു വെക്കുന്നത്. സോ ഇവിടെ ഇത്രയും ഓർക്കുക, സൈമൾട്ടേനിയസ്ലി ഓരോ പാർട്ടിസിപ്പന്റും സെന്ററും റിസീവറുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുമ്പോൾ ഞാനാണ് സെന്റർ, ഞാൻ കേൾക്കുമ്പോൾ ഞാനാണ് റിസീവർ. ഞാൻ വീണ്ടും സെന്റർ ആവുന്നു, ഞാൻ വീണ്ടും റിസീവർ ആവുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സെന്ററാണ്, റിസീവർ ആവുന്നു. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സെന്റർ, കേൾക്കുമ്പോൾ നിങ്ങൾ റിസീവർ. വീണ്ടും പറയുമ്പോൾ നിങ്ങൾ സെന്റർ, കേൾക്കുമ്പോൾ നിങ്ങൾ റിസീവർ. അങ്ങനെ ആ ഒരു പ്രോസസ്സ് ലൂപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഒരു ഷെയർഡ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. രണ്ടുപേരും ഒരു കാര്യത്തെ പറ്റിയല്ലേ, ഒരു സിനിമ കഥ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രണ്ടുപേരും ഷെയർഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുകയാണ്. അതുകൊണ്ട് അത്തരം പ്രോസസ്സിനെയാണ് ബെർലിൻസ് ട്രാൻസാക്ഷണൽ മോഡൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഷ്രം മോഡലും ബെർലിൻ ട്രാൻസാക്ഷണൽ മോഡലും പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ററാക്റ്റീവ് മോഡലിൽ ഈ രണ്ട് മോഡലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഷ്രം 1954 വന്നിരിക്കുന്ന മോഡലാണ്. എൻകോഡർ ഓർ ഡീകോഡർ, മെസ്സേജ്, ഫീഡ്ബാക്ക് ആൻഡ് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, ദീസ് ആർ ദി എലമെന്റ്സ്. ഇത്രയും കോമ്പോണൻസ് അതിനകത്ത് ഉണ്ടെന്ന് ഓർക്കുക. ദെൻ ഷെയർഡ് ബാക്ക്ഗ്രൗണ്ട് എയ്ഡ്സ് അണ്ടർസ്റ്റാൻഡിങ്. ഷെയർഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ രണ്ട് പാർട്ടിക്കും, നമ്മൾ പറഞ്ഞില്ലേ ഡോക്ടേഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, രണ്ട് പാർട്ടീസിനും ഷെയർഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യും. രണ്ട് പാർട്ടീസിനും രണ്ടുപേരും ഡോക്ടർ ആയതുകൊണ്ട്
അവർക്ക് ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കും. ഓക്കെ, സോ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള ഈ ടേം വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഷ്രെം മോഡലാണ് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. ദെൻ ബേൺലൻസ് ട്രാൻസാക്ഷണൽ മോഡൽ, ഇതിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ്സ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്, ചാനൽ ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്, നോയ്സ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്. സോ അഡീഷണലി വരുന്നത് എന്താ? കോണ്ടെക്സ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ രണ്ടുപേരും റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നുള്ളതാണ് ഈ മോഡൽ പറയുന്നത്. ഒരാൾ സെന്റർ ആണെങ്കിൽ മറ്റൊരാൾ റിസീവർ ആയിട്ട് ആക്ട് ചെയ്യും. സെക്കൻഡ് പാർട്ടി സെന്റർ ആകുമ്പോൾ ഫസ്റ്റ് പാർട്ടി റിസീവർ ആയിട്ട് മാറുന്നു. ഈ റോൾ കണ്ടിന്യൂ ചെയ്യും, ബിക്കോസ് സൈമൾട്ടേനിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആണ്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഈ റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ട്രാൻസാക്ഷണൽ മോഡൽ. ഇനി റിയൽ ട്രാൻസാക്ഷണൽ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോ പറഞ്ഞ ബേൺലൈൻ ട്രാൻസാക്ഷണൽ മോഡൽ യഥാർത്ഥത്തിൽ ഇന്ററാക്റ്റീവ് മോഡലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഇവോൾവ് ചെയ്തിട്ട് കുറച്ചുകൂടി ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ഒരു മോഡൽ ഫ്രെയിംവർക്ക് ഉണ്ട്. ഡൈനാമിക്, കണ്ടിന്യൂസ് ആൻഡ് ഇവോൾവിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടും കമ്മ്യൂണിക്കേഷന്റെ ഡെപ്ത് കൂടി കൂടി വരും. ഇനീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചേ മിണ്ടും. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ പതുക്കെ പതുക്കെ കൂടി 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 രാജ്യത്തുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ, ലോക കാര്യങ്ങളെ പറ്റിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിക്കേഷന്റെ ഫ്രെയിംവർക്ക് വർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഹെലിക്കൽ മോഡൽ എന്ന് പറയാനുള്ള കാരണം. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. പതുക്കെ 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 നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ലെവലുകൾ കൂടുന്നു. നമ്മൾ കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയുന്നു, കൂടുതൽ സെക്കൻഡ് പാർട്ടിയെ പറ്റി മനസ്സിലാക്കുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സാണ് ഹെലിക്കൽ ഫേസിലാണ്. ഹെലിക്കലാണെന്ന് പറയാം. ഇതിങ്ങനെയാണ് ഹെലിക്കൽ വരുന്നത്, ഹെലിക്കൽ ഫേസ്. ഓക്കെ, ഇങ്ങനെ അങ്ങ് കമ്മ്യൂണിക്കേഷൻ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഹെലിക്കൽ മോഡൽ കേട്ടോ. സോ ഇറ്റ് റെപ്രസെന്റ്സ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പൈറൽ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ ആസ് എ സ്പൈറൽ പ്രോസസ് ഇവോൾവിംഗ് വിത്ത് ടൈം ആൻഡ് എക്സ്പീരിയൻസ് ത്രൂ കണ്ടിന്യൂസ് ആൻഡ് ക്യുമുലേറ്റീവ് ഇന്ററാക്ഷൻസ്. പതുക്കെ പതുക്കെ ടൈം എടുത്ത് അവർ തമ്മിലുള്ള ഷെയർഡ് നോളജ് ഒക്കെ വരുമ്പോൾ, പരസ്പരം മനസ്സിലാക്കിയൊക്കെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുമെന്ന് പറയില്ലേ, അതാണ് ഈ മോഡലിൽ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഒരു സ്പൈറൽ പോലെ കമ്മ്യൂണിക്കേഷൻ കൂടി കൂടി വരും എന്ന് പറയുന്ന മോഡലാണ് ഹെലിക്കൽ മോഡൽ. അടുത്തത് വെസ്ലി ആൻഡ് മാക്ലിയൻസ് മോഡൽ. വെസ്ലി ആൻഡ് മാക്ലിൻ മോഡൽ എന്ന് പറയുന്നത്, ഇറ്റ് അപ്ലൈസ് ടു മാസ് കമ്മ്യൂണിക്കേഷൻ ഷോയിങ് ഹൗ എൻവയോൺമെന്റ് ഇൻപുട്ട്, ഫീഡ്ബാക്ക് ആൻഡ് ഗേറ്റ് കീപ്പേഴ്സ് ഷേപ്പ് പബ്ലിക് മെസ്സേജസ്. ഇത് ആക്ച്വലി മാസ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. മാസ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ പേഴ്സൺ കൂടി വരുന്നുണ്ട്. അഡീഷണൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഗേറ്റ് കീപ്പേഴ്സ് ആണ്. ഗേറ്റ് കീപ്പേഴ്സ് ആരാണ് ഗേറ്റ് കീപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് നമ്മളുടെ ബിലീഫ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യും. ഓക്കെ, ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കും. ഏത് പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നു. അത്തരം പാർട്ടീസ് ആണ് ഗേറ്റ് കീപ്പർ. എഡിറ്റർ ഓഫ് എ മെസ്സേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ന്യൂസ് പേഴ്സൺ ഒരു വാർത്ത വന്നപ്പോൾ, ഒരു ന്യൂസ്, അതിന്റെ പ്രാധാന്യം ഒന്ന് ഡിഫൈൻ ചെയ്യുന്ന ആരാ? എഡിറ്റേഴ്സ് ആണ്. ചിലപ്പോ ഒരു മരണം സംഭവിച്ചതാകാം. ആ ഒരു മരണത്തെ കുറച്ചുകൂടി സെൻസേഷണലൈസ് ചെയ്ത് വലിയ ജനങ്ങൾക്ക്, ലോകം മൊത്തമുള്ള ആളുകൾ അറിയണം തീരുമാനിക്കുന്നത് ഈ ഗേറ്റ് കീപ്പർ ആണ്. സോ ഗേറ്റ് കീപ്പർ ആണ് ഈ ഓരോ വാർത്തയുടെയും ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, റോള് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദേ ആർ ആക്ച്വലി എഡിറ്റേഴ്സ് എന്ന് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ പാർട്ടീസ് എവിടെ ഉണ്ടാവും? മാസ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ടീസ് ഒന്ന് സെൻഡർ എന്ന് പറയുമ്പോൾ, ഓർ ഫസ്റ്റ് തിങ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. എൻവയോൺമെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ there will be sender, then there will be receiver. അതുകൂടാതെ ഗേറ്റ് കീപ്പർ. കൃത്യമായിട്ടുള്ള ഓർഡറിലല്ല ഞാൻ പറഞ്ഞു പോകുന്നത്. ഗേറ്റ് കീപ്പർ ഉണ്ടാകും, ഫീഡ്ബാക്ക് ഉണ്ടാകും, അതേപോലെ സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടാകും. ആ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇൻഡിവിജ്വൽ മീൻസ് ഒരുപാട് പേരല്ലേ കേൾക്കുന്നത്. ഓരോരുത്തരും ഒരേ കാര്യത്തെ പറ്റി മനസ്സിലാക്കുന്നത് പല രീതിയിലാകാം.
അതുകൊണ്ടാണ് സെൻസറി എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. സോ ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് മാസ് കമ്മ്യൂണിക്കേഷനിലാണ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. എൻവയോൺമെന്റ് ഇൻപുട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഗേറ്റ് കീപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു ഷേപ്പ് പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ പാർട്ടീസിന് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് ഓർക്കുക. അതാണ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ. ഇനി അടുത്തത് ബെക്കേഴ്സ് മൊസൈക്ക് മോഡൽ എന്ന് പറയും. ബെക്കേഴ്സ് മൊസൈക്ക് മോഡൽ, അതായത് ഇറ്റ് ഡിസ്ക്രൈബ്സ് കമ്മ്യൂണിക്കേഷൻ ആസ് എ മൊസൈക്ക് ഓഫ് ഇൻഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മൊസൈക്ക് പോലാണ്. ഓക്കെ, അതായത് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ക്യൂബ് പോലെ ഓരോ പോയിന്റും ആഡ് ചെയ്താണ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ നോളജ് ഷേപ്പ് ചെയ്യുന്നതിൽ ഓരോ ലെവലുകളും ആഡ് ചെയ്താണ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഡിസ്ക്രൈബ്സ് കമ്മ്യൂണിക്കേഷൻ ആസ് എ മൊസൈക്ക് ഓഫ് ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ഡൈവേഴ്സ് സോഴ്സസ്. നമ്മൾ ഒരിടത്തുനിന്ന് മാത്രമാണോ ഇൻഫർമേഷൻ നേടുന്നത്? നമ്മൾ മുമ്പ് നേടിയിരിക്കുന്ന ഇൻഫർമേഷനും ഇപ്പൊ കേൾക്കുന്നതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ബേക്കേഴ്സ് മൊസൈക്ക് മോഡൽ പറയുന്നത്. ഐഡിയൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ മീഡിയ ആൻഡ് ഫ്രാഗ്മെന്റഡ് മീഡിയ ഇൻപുട്സ്. സോഷ്യൽ മീഡിയ എന്നൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻപുട്ട് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മുടെ നോളജ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ പല വാർത്തകൾ കാണും, പല ചാനലുകൾ ഇട്ടിരിക്കുന്ന പല വാർത്തകൾ അല്ലെങ്കിൽ പല ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് വന്നിട്ട് ഈ ഫ്രാഗ്മെന്റഡ് ഇൻപുട്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടേതായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ബേക്കേഴ്സ് മൊസൈക്ക് മോഡൽ പറയുന്നത്. സോ ഡിഫറെന്റ് മോഡലുകളിലേക്ക് വന്നാൽ കുറച്ച് കോംപ്ലക്സ് ആണ് കൺസെപ്റ്റുകൾ. ട്രാൻസാക്ഷണൽ മോഡലുകളിലേക്ക് വന്നപ്പോൾ ഒന്ന് ഡാൻസ് ഹെലിക്കൽ മോഡലാണ്. ഹെലിക്കൽ ഫ്രേസ് പോലെ ആയിരിക്കും. ഇനീഷ്യലി കമ്മ്യൂണിക്കേഷൻ ചെറുതായിരിക്കും, പതുക്കെ കമ്മ്യൂണിക്കേഷൻ കൂടി വരുന്നെന്ന് പറയുന്നതാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് ക്യൂമുലേറ്റീവ് ആൻഡ് സ്പൈറൽസ് ഓവർ ടൈം. കണ്ടോ, ഗ്രോത്ത് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്. മുമ്പ് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ് ആലോചിച്ചാൽ മതി. സോ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു? തുടങ്ങിയപ്പോൾ ഒരു ഹായ് ഹലോ, പതുക്കെ അവിടെ നിന്ന് എന്താവും? കൂടി ഇപ്പൊ എന്തിനെ പറ്റി വേണമെങ്കിൽ നമ്മൾ സംസാരിക്കും. ആ ഒരു ലെവലിലേക്ക് വരും. അതാണ് ഡാൻസ് ഹെലിക്കൽ മോഡൽ പറയുന്നത്. സോ ലോങ് ടൈം ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ഇസ് ആൻ എക്സാമ്പിൾ. ദെൻ വെസ്ലി മാക്ലീൻ മോഡലിലേക്ക് വന്നപ്പോൾ മെസ്സേജ്, അതിനകത്ത് എന്ത് വരുന്നു? ഓഡിയൻസ്, ഫീഡ്ബാക്ക്, ഇവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് വളരെയധികം സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നു. മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് വെസ്ലി മാക്ലീൻ മോഡൽ പറയുന്നത്. ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ഇസ് ആൻ എക്സാമ്പിൾ. ഇനി ബേക്കേഴ്സ് മൊസൈക്ക് മോഡൽ വന്നപ്പോൾ ഇൻഫർമേഷൻ കംസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് എന്നാണ്. പല സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടേതായ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എൻവയോൺമെന്റ് ഇസ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഇത് കൂടാതെ ചില കണ്ടംപററി മോഡൽ കൂടി ആഡ് ചെയ്യാം. അതിലൊന്നാണ് കൺവേർജൻസ് മോഡൽ. Kincaid and Strem's convergent model focus on achieving mutual understanding and shared meanings, especially used in collaborative and negotiation settings. So, convergent model വരുന്നത് എവിടെയാണെന്ന് ഓർത്തേക്കുക. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യണം, ഷെയർഡ് മീനിങ്സ്, പരസ്പരം സംസാരിച്ച് രണ്ടുപേർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള വേയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അതില് എങ്ങനെയായിരിക്കും? കൊളാബറേറ്റീവ് ടീം ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാം. ഇവർ തമ്മിൽ സംസാരിച്ച് അവസാനം ഒരു ഫൈനൽ തോട്ടിലേക്ക് എത്തുന്നു. അപ്പൊ അവരുടേതായ വ്യൂ പോയിന്റുകൾ അവതരിപ്പിച്ചിട്ട് ഒരു ഷെയർഡ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, ഇത് കൊളാബറേറ്റീവ് ഓർ നെഗോഷിയേഷൻ സെറ്റിംഗ്സിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കൺവെർജൻസ് മോഡൽ. പിന്നെയുള്ള ഒരു മോഡൽ എക്കോളജിക്കൽ മോഡലാണ്. ഫോൾഗറുടെ 2004 മോഡലാണ്. വ്യൂസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്കോസിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ ഒരു എക്കോസിസ്റ്റം ആയിട്ട് മീൻ ചെയ്യുന്നു. ആ എക്കോസിസ്റ്റത്തിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? പാർട്ടിസിപ്പൻസ് ഉണ്ട്, മീഡിയ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, ആൻഡ് ഓപ്പറേറ്റിംഗ് വിത്ത് എ ഡൈനാമിക് കോണ്ടെക്സ്റ്റ്. ഒരു വലിയ കോണ്ടെക്സ്റ്റിനകത്ത് വരുന്ന ഒരുപാട് പാർട്ടീസ് ചേരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഒരു ഇക്കോസിസ്റ്റമാണ്. എല്ലാ ആവശ്യങ്ങളും ഉള്ള ആളുകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പാർട്ടിസിപ്പൻസ്, മീഡിയ, ലാംഗ്വേജ്, റിലേഷൻഷിപ്പ്, ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്നാണ് ഇക്കോളജിക്കൽ മോഡൽ പറയുന്നത്. ഓക്കെ, സോ കൺവെർജൻസ് മോഡൽ emphasizes shared understanding through multiple ഡയലോഗിലൂടെ ഷെയർഡ് നെഗോഷിയേഷൻസ് ഒക്കെ നടത്തുമ്പോൾ അവിടെയാണ് ഈ ഒരു മോഡൽ ഉപയോഗിക്കുന്നത്. ഇക്കോളജിക്കൽ മോഡൽ
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്, മീഡിയ, കോണ്ടെക്സ്റ്റ് ആൻഡ് ലാംഗ്വേജ് ആണ്. ഇവ എല്ലാം ഇന്ററാക്ട് ചെയ്തിട്ടാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഹെലിക്കൽ, സ്പൈറൽ ഡാൻസിന്റെ സ്പൈറൽ മോഡൽ നമ്മൾ പറഞ്ഞു, അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആണ്, പതുക്കെ 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 ക്രിയേറ്റ് ചെയ്ത് വലുതാവുന്ന ഒന്നാണ്. ഓക്കെ, ആ ഹെലിക്കൽ മോഡൽ പറഞ്ഞില്ലേ, ഇനീഷ്യലി നമ്മൾ ചെറുതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പതുക്കെ പതുക്കെ ക്രിയേറ്റ് ചെയ്ത് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഡാൻസ് ഹെലിക്കൽ മോഡൽ പറയുന്നത്. ലോങ് ടൈം പ്രൊഫഷണൽ ഗ്രോത്ത്, കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എനിവേ, ഈ മോഡലുകളെ പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി. എന്താണ് ഈ മോഡൽ, ആരാണ് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്, ബേസിക്കലി കോമ്പോണൻസ് എന്തൊക്കെയാണ്, അത് അറിഞ്ഞിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. വിച്ച് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് നോയ്സ്? നോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ മോഡൽ ഏതാണ്? ഷാനൻ ആൻഡ് വീവർ മോഡലിലാണ് ആദ്യമായിട്ട് നോയ്സ് ഒരു ബാരിയർ ആയിട്ട്, ഡിസ്റ്റർബൻസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ബെർലോസ് SMCR മോഡൽ വാട്ട് ഡസ് C സ്റ്റാൻഡ്സ് ഫോർ? SMCR മോഡലിൽ C എന്താണ്? C സ്റ്റാൻഡ്സ് ഫോർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നേ, ചാനൽ. SMCR സ്റ്റാൻഡ്സ് ഫോർ S സോഴ്സ്, M മെസ്സേജ്, C ചാനൽ ആൻഡ് R റിസീവർ. അടുത്തത്, ഷ്രംസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇൻക്ലൂഡ്സ് ദി concept of field of experience. Field of experience refers to the physical proximity between sender and receiver. എന്താണ് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്? ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. നമ്മൾ ഡോക്ടേഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പൊ ഷെയ്ഡ് ആയിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസിന്റെ ഭാഗമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ദി ഫിസിക്കൽ പ്രോക്സിമിറ്റി അലോൺ. ഫിസിക്കൽ പ്രോക്സിമിറ്റി മാത്രമല്ല, അതുകൊണ്ട് റീസൺ തെറ്റാണ്, അസെഷൻ പറയുന്നത് ശരിയാണ്. അടുത്തത്, ഡാൻസ് ഹെലിക്കൽ മോഡൽ റെപ്രസെന്റ്സ് കമ്മ്യൂണിക്കേഷൻ ആസ് ആൻ ഇവോൾവിംഗ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. അങ്ങനെയല്ലേ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്, ഇവോൾവിംഗ് പ്രോസസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ വളരെ ചെറുതായും എന്നാൽ ഓരോ ലെവലിൽ കഴിയുമ്പോഴും കമ്മ്യൂണിക്കേഷൻ കൂടി വരുന്നു എന്നാണ് ഈ മോഡൽ പറയുന്നത്. ദി മോഡൽ സജസ്റ്റ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ലീനിയർ ആൻഡ് സ്റ്റാറ്റിക്. ആണോ? ലീനിയർ മോഡലാണോ? അല്ല, ഇതൊരു ലീനിയർ മോഡൽ അല്ല. ഡാൻസ് എന്ന് പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് മോഡലാണ്. വിച്ച് മോഡൽ ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവിംഗ് ഫീഡ്ബാക്ക് ആൻഡ് ഗേറ്റ് കീപ്പിംഗ്? ഗേറ്റ് കീപ്പിംഗ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് മോഡലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് മോഡലാണ്? ദാറ്റ് ഈസ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ. മാസ് കമ്മ്യൂണിക്കേഷനെ ഗേറ്റ് കീപ്പേഴ്സും ഉപയോഗിച്ചുകൊണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഗേറ്റ് കീപ്പേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡലാണ്. അപ്പൊ 5 ടോപ്പിക് ഏരിയാസ് കഴിഞ്ഞു. ഇനി നമുക്ക് 4 ടോപ്പിക് ഏരിയ വരും. അത് നമുക്ക് നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ പുതിയൊരു ടോപ്പിക്കാണ്. ബാക്കിയുള്ളവയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പുതിയ ട്രെൻഡുകൾ ചോദിക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ലേൺ ദിസ്. ഓരോ മോഡലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു എവരിവൺ. ബൈ.